ഒരു വഴിയെ നടക്കാൻ ശ്രമിച്ചു. ആ വഴിക്കപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. ആ വലിയ മരങ്ങളിലുണ്ടായിരുന്നു അക്ബർ മാഷും കുഞ്ഞിക്കയും OV വിജയനും. ടീച്ചർ വന്ന ഉടൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് ചോദിച്ചു, നീ അന്ന് ചോദിച്ച ചോദ്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മാത്രം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ചോദിച്ച ചോദ്യവും ടീച്ചർ അന്ന് പറഞ്ഞ ഉത്തരവും ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടില്ല. ഈ ചിരി ഫേക്ക് ആണെന്ന് ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ ഇടയുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഏറെക്കാലം ചിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടികളോടാണ്. എന്നെ പേടിപ്പിച്ചവരെക്കാൾ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നെ നോക്കി ചിരിച്ചവരായിരുന്നു. വായിച്ച് വായിച്ച് മോഹിച്ചെഴുതിയ എന്തൊക്കെയോ ആണ് പിൽക്കാലത്ത് ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം. ഇപ്പോഴും ഈ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ സകലമാന ഇൻസെക്യൂരിറ്റിയും അത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രേംപാറ്റകളാണ് സത്യത്തിൽ ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഒരുപാടേറെ ആളുകൾ. വലിയ സ്വപ്നങ്ങൾ കൊണ്ട് ക്യാമ്പസിലെത്തുന്നു, വലിയ പ്രണയങ്ങൾ സംഭവിക്കുന്നു. ശരീരത്തോടുള്ള ഇൻസെക്യൂരിറ്റി കൊണ്ട് നാം നിർമ്മിച്ച മൊറാലിറ്റികൾ നമ്മ വരിഞ്ഞു മുറുക്കുന്നതൊക്കെ കൊണ്ട് സെലിബ്രേഷനുകൾ അവസാനിച്ചു പോയ ഒരുപാടേറെ കൂട്ടുകാരികൾ എനിക്കുണ്ട്. വളരെ കുറഞ്ഞ ഒരു ടൈം പീരീഡിൽ അങ്ങേയറ്റം ആർമാദിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തലാണ് പ്രേംപാറ്റയിലൂടെ ശ്രമിക്കുന്നത്. മഹാഗുരുക്കന്മാരായി കൊണ്ട് നടക്കുന്ന വലിയ എഴുത്തുകാരുടെ മുമ്പിൽ ഇതെൻ്റെ നോവലാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു ഇൻസെക്യൂരിറ്റി സത്യത്തിൽ ആ പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്. ഏവർക്കും നമസ്കാരം. MDLF-ൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ വ്യക്തിയെ, ആ അതിഥിയെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നല്ലൊരു എഴുത്തുകാരനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതുക എന്നുള്ളൊരു കാര്യം തുടങ്ങി. നമുക്കൊക്കെ അറിയപ്പെടുന്ന, നമുക്ക് ഇഷ്ടമുള്ളൊരു എഴുത്തുകാരനാണ്. ഒപ്പം തന്നെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, ഈ സമൂഹത്തിൽ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു മിസ്റ്റർ ലിജീഷ് കുമാറിനെ. താങ്ക് യു. നമ്മളിതിന് മുൻപ് മറ്റൊരു ഇപ്പോൾ കഴിഞ്ഞ മാതൃഭൂമി കാ ഫെസ്റ്റിവലിലാണ് കണ്ടത്. അത് നമ്മൾ കുറേ സംസാരിച്ചു. അത് കൂടുതലും സിനിമയെക്കുറിച്ചിട്ടായിരുന്നു. ഇന്ന് നമുക്ക് ആകെ മൊത്തം ടോട്ടൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സിനിമ മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 17 വയസ്സിൽ തൊട്ട് എഴുതുക എന്ന് പറയണത് അത്ര ചെറിയൊരു കാര്യമല്ല. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, ഞാൻ എഴുതാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക. എപ്പോഴാണ് ലിജീഷ് കുമാർ എന്നുള്ള വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടിയത്, എനിക്ക് എഴുതാൻ പറ്റും? അതിലേക്ക് വരുന്നതിന് മുമ്പേ മാതൃഭൂമി ഫെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ വെച്ച് നമ്മൾ കാണുന്നു, ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു. ഈ ഫ്ലോർ എനിക്ക് വ്യക്തിപരമായി വളരെ പ്രിയപ്പെട്ട കുറേ പേരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന സന്തോഷം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വന്നിരിക്കുമ്പോഴുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന ടാഗ് ലൈനോടുകൂടെ മാഡിസം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നു. അതിൻ്റെ CEO സുനീഷ് ഏട്ടനായാലും എഡിറ്റർ അൻഷിഫ് ആയാലും ഇവരെല്ലാവരും ഉള്ള വളരെ വൈബ്രൻ്റായ ഒരു ടീം അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുക്കുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെ 17-ാം വയസ്സിൽ എഴുതി ഒരു ദിവസം കൊണ്ട് എന്ന് പറയാവുന്നൊരു എഴുത്തൊന്നും ആയിരുന്നില്ല. ഒരു സ്വപ്ന ജീവിതം എപ്പോഴും ജീവിച്ചു പോന്നിരുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായി നടത്തിയ പലവിധമായ പരീക്ഷണങ്ങളിലൊന്നായി മാത്രമേ എഴുത്തിനെ കാണാൻ വേണ്ടി പറ്റൂ. അതും കുഞ്ഞുനാളിൽ കവിതകൾ എഴുതി നോക്കുന്നു. എഴുതിയതിനേക്കാളേറെ പുസ്തകങ്ങൾ വായിച്ച അനുഭവമായിരിക്കാം ലിറ്ററേച്ചറുമായി എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ വായിച്ച് മോഹിച്ചെഴുതിയ എന്തൊക്കെയോ ആണ് പിൽക്കാലത്ത് ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം. 17-ാം വയസ്സിനെ മെൻഷൻ ചെയ്തത് ഒരുപക്ഷെ ആ പ്രായത്തിലാണ്. ആദ്യമായി ഒരു നോവൽ. അത് പ്രായത്തിൻ്റെ കുഴപ്പം കൂടിയാണ് സത്യത്തിൽ. കാരണം കുറേ കൂടെ മുതിരുമ്പോഴാണ് നാം ഇത് ചെയ്യരുത്, നാം ഇത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. 16-ഉം 17-ഒക്കെ വലിയ തിരിച്ചറിവില്ലാത്ത, നമ്മൾ എന്തും ചെയ്യാൻ ശ്രമിച്ചു നോക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള എഴുത്തുകളെല്ലാം ആ എടുത്തുചാട്ടത്തിൻ്റെതായിരുന്നു എന്ന തോന്നൽ ഇപ്പോഴിത് സംസാരിക്കുമ്പോൾ എനിക്കുണ്ട്. ഗുജറാത്തിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ ആ ഒരു തോന്നൽ ഇപ്പം ഉണ്ടോ? ഗുജറാത്ത് ഞാൻ ഒരുപാടേറെ സങ്കടപ്പെട്ട കുറേയേറെ അനുഭവങ്ങളുടെ വളരെ ദൂരെ നിന്നാണ് ഗുജറാത്ത് നമ്മളുടെ വായനയിലേക്ക് വരുന്നത്. ഇപ്പോഴും ഈ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ സകലമാന ഇൻസെക്യൂരിറ്റിയും അത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വളരെ സെക്കുലറായി നാം കണ്ടുപോകുന്നിരുന്നൊരു ദേശം, വളരെ ഊഷ്മളമായി മനുഷ്യർ ജീവിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നൊരു ദേശം, ആ ദേശം ഒരു ദിവസം നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കൊള്ളാത്തതാണ് എന്ന് നമ്മെ പൊള്ളിക്കുന്ന ദിവസങ്ങളായിരുന്നു
ഗുജറാത്തിനെ കുറിച്ച് പുറത്തു വന്നിരുന്ന വാർത്തകളുടെ കാലം എന്ന് പറയുന്നത്. അക്കാലത്താണ് ഗുജറാത്ത് എന്ന പേരിലൊരു നോവൽ ഞാൻ ആദ്യമായി എഴുതി നോക്കുന്നത്. 17 വയസ്സിൻ്റെ എല്ലാ കുഴപ്പങ്ങളും പിൽക്കാലത്ത് ആ നോവൽ നന്നായി വായിച്ചു എന്നൊക്കെ ആളുകൾ പറയുമ്പോഴും ഇതാളുകൾ വായിക്കാതെ പോയിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കുറേ കൂടെ ഭംഗിയിൽ എഴുതേണ്ടതുണ്ട്, കുറേ കൂടെ ഉത്തരവാദിത്തം എഴുത്തിനോട് കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിച്ചാണ് നാം മുതിരുന്നത്. അങ്ങനെ മുതിരുമ്പോഴെനിക്ക് തോന്നുന്നത് എല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളവും അവരാദ്യം എഴുതിയ ഒന്ന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുമെങ്കിലും കുറേ കൂടെ മെച്ചപ്പെട്ടതാക്കാമായിരുന്നു എന്നൊരു തോന്നൽ ഉള്ളിലെവിടെയോ അവർ കൊണ്ട് നടക്കാനിടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്നാലും ഇപ്പോൾ പറഞ്ഞില്ലേ ഏറ്റവും ആദ്യം എഴുതിയതാണ് ഒരു പാകപ്പെടാത്തൊരു കാലത്ത് എഴുതിയതാണെന്ന് പറയുമെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയില്ലേ? നമ്മളുടെ ആ കാലത്തെ അറിവില്ലായ്മകളും പാകപ്പെടായ്മകളും കൂടി ചേർന്നിട്ടായിരിക്കും ആ ഒരു പുസ്തകം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ആ കാലം എനിക്ക് തോന്നുന്നു ലിജീഷ് കുമാർ എന്ന ഒരു എഴുത്തുകാരൻ്റെ ആ കാലത്തെ ബോധത്തെ കൂടി ഒന്ന് നമ്മൾ സിഗ്നേച്ചർ ആക്കി വെക്കുക, അല്ലെങ്കിൽ അത് എഴുതപ്പെടുക എന്നുള്ളത് ഗുജറാത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? വലിയ എഴുത്തുകാർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു കാലമാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അവരിൽ പല ആളുകളും ഇന്നില്ല. മാധവിക്കുട്ടി മലയാളത്തിലൊരു വലിയ എഴുത്തുകാരിയായി നമ്മളുടെ മുമ്പിലുണ്ട്. എം ഡി വാസുദേവൻ നായർ വിട പറഞ്ഞിട്ട് കുറച്ച് കാലമാവുന്നു. അദ്ദേഹം വളരെ സജീവമായി ഉണ്ട്. ടി പത്മനാഭൻ വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോധേട്ടൻ അന്നും ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുണ്ട്, അക്ബർ കക്കട്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, എനിക്ക് എണ്ണിപ്പറയാൻ പറ്റാത്തത്രയും ഒരുപാട് പേർ മലയാളത്തിൽ ഏറ്റവും സജീവമായി ലിറ്ററേച്ചറിൽ ഇടപെട്ട ഒരു കാലം കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് സാഹിത്യ പുസ്തകങ്ങൾ നമുക്കൊരു മോഹവസ്തുവായി അക്കാലത്ത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഒരു മീറ്റർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നാം വായിച്ച് ശീലിച്ച, നമ്മെ കൊതിപ്പിച്ച പുസ്തകങ്ങളിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മളുടെ പുസ്തകം എന്നൊരു ചിന്ത പലപ്പോഴും ആ പുസ്തകം വെച്ചുള്ള ആലോചനകളായി രൂപപ്പെടാറുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ തീർച്ചയായും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും എനിക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. ഗുജറാത്തും എനിക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. പക്ഷേ നമ്മളേറെ ബഹുമാനിക്കുന്ന, നാം ഗുരുക്കന്മാരായി കൊണ്ട് നടക്കുന്ന, മഹാഗുരുക്കന്മാരായി കൊണ്ട് നടക്കുന്ന വലിയ എഴുത്തുകാരുടെ മുമ്പിൽ ഇതെൻ്റെ നോവലാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു ഇൻസെക്യൂരിറ്റി സത്യത്തിൽ ആ പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് നല്ല എഴുത്തുകാരുടെ കാലം, അത് അവരുടെ പുസ്തകങ്ങൾ വായിച്ച് വളർന്നൊരു കുട്ടിക്കാലം അല്ലെങ്കിൽ ഒരു കോളേജ് കാലം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പറഞ്ഞവരൊക്കെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ പറയും? പിന്നെ നമ്മളെ എഴുത്തുകാർ നമ്മുടെ എഴുത്തിനെയും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം, നമ്മൾ വായിച്ച പുസ്തകങ്ങളും അവരുടെ ഒരു ശൈലിയും ഒക്കെ. അങ്ങനെ ഒരാളുടെ ഇൻഫ്ലുവൻസ് എഴുത്തിലുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുമായും ഏറ്റവും ആത്മാർത്ഥമായ ഹൃദയബന്ധം കുഞ്ഞുനാൾ മുതലേ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആരാധനയുടെ തുടർച്ചയൊക്കെ ആവും അത്. ഇക്കാലത്ത് ജീവിച്ചു എന്നതിൽ എന്തുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് എന്നോട് തന്നെ ചോദിച്ചാൽ അത് ഞാൻ എഴുതിയ വരികളോടോ ഞാൻ എഴുതിയ പുസ്തകങ്ങളോടോ ഉള്ള എൻ്റെ ആദരവോ എൻ്റെ ആത്മാദരത്തിനേക്കാളോ അപ്പുറത്തേക്ക് എനിക്ക് അവരുടെയൊക്കെ അരികു പറ്റി നടക്കാൻ പറ്റി എന്നുള്ള ഒരു ബോധ്യം, ഒരു സന്തോഷമായി എപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലാര് പ്രിയപ്പെട്ടത് എന്ന ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്ന ഒരു ചോദ്യവുമാണ്. ഇതിലാര് പേഴ്സണൽ എന്ന ചോദ്യവും സത്യത്തിൽ പ്രശ്നമുള്ള ചോദ്യമാണ്. പക്ഷേ നാം ഒന്നുമായി തീരില്ല എന്ന് വിചാരിക്കുന്ന നേരത്ത് നമ്മെ ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യരുണ്ട്. ആ പിടുത്തം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരുകളിലൊന്ന് അക്ബർ മാഷിൻ്റെ പേരാണ്. ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് അക്ബർ കക്കട്ടിലിനെ ഞാൻ ആദ്യമായി കാണുന്നത്. കക്കട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുറ്റത്ത് ഒരു ഔട്ട് ഹൗസിനകത്ത് അക്ബർക്ക എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് കണ്ണടച്ചാൽ കാണാൻ പറ്റാവുന്ന അകലത്തിലുണ്ട്. അക്ബർക്ക നമ്മളെ വിട്ടുപോയിട്ട് ഒരുപാട് കാലമായി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു സാഹിത്യ ക്യാമ്പിലേക്ക് അക്ബർക്ക എന്നെ ആദ്യമായി കൊണ്ടുപോയിരുത്തുന്നത്. അന്നാണ് ഞാൻ അതുവരെ വായിച്ചതോ ഞാൻ പേര് കേട്ടതോ ആയ വലിയ എഴുത്തുകാരെല്ലാം എൻ്റെ ചുറ്റും വരുന്നത്. അതിൽ പല ആളുകളുമുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ വിട പറയുന്ന സമയത്ത് എന്നെ ആദ്യമായി ശ്രീനിവാസൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തുന്നത് അക്ബർക്കയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ ഞാൻ ആദ്യമായി കാണുന്നത് അക്ബർക്കൊപ്പമാണ്. മാധവിക്കുട്ടിയെ കാണാൻ വേണ്ടി അവർ കൊച്ചിയിൽ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് എന്നെ ആദ്യമായി പറഞ്ഞു വിട്ടത് അക്ബർക്കയാണ്. അങ്ങനെ ജീവിതത്തിൽ നമ്മെ പ്രലോഭിപ്പിക്കുന്ന പല മോഹവസ്തുക്കളെയും പരിചയപ്പെടുത്തിയ ഒരാൾ, നമുക്ക് പ്രിയപ്പെട്ട പല മണങ്ങളും നമുക്ക് പരിചയപ്പെടുത്തിയ ഒരാൾ എന്നൊക്കെ എടുത്തു പറയാവുന്ന ഒരാൾ അക്ബർ കക്കട്ടിലായിരിക്കും. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടി നാളെ
സാഹിത്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന ഒരു തോന്നൽ ആ കുട്ടിയെ കാണുന്ന ഒരാൾക്കുണ്ടാവണം എന്നില്ല. പക്ഷേ ആ തോന്നൽ അക്ബർക്കുണ്ടായിരുന്നു. അക്ബർക്ക ഒരു വലിയ മാഷായിരുന്നു. ഒരുപാട് അക്ബർക്കയുടെ അധ്യാപക കഥകളൊക്കെ മലയാളിക്ക് വളരെ പരിചിതമാണ്. എക്കാലത്തേക്കും നമുക്ക് പഠിക്കാനുള്ളൊരു പാഠപുസ്തകമായിരുന്നു അക്ബർക്കയുടെ ജീവിതം. ഇപ്പോഴും സാഹിത്യം ഒരുപാടേറെ കുഴപ്പങ്ങളിൽ ചെന്നുവിടുന്ന സമയത്ത് പലവിധമായ ആരോപണങ്ങൾ, മീറ്റു ആരോപണങ്ങളൊക്കെ ഈ ലോകവുമായി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ അക്ബർക്കയെ ഞാനിങ്ങനെ ഓർക്കും. അക്ബർക്കയുടെ ഉമ്മുക്കുലുസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥക്കകത്ത് ഉമ്മുക്കുലുസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാഷിന് എഴുതുന്ന ഒരു കത്താണ് ആ കഥയുടെ പ്രമേയം. മാഷേ, എനിക്ക് മാഷിനെ ഒന്ന് കാണണം, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചാണ് ഉമ്മുക്കുലുസ് ആ കഥ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഷ് എഴുതുന്ന എഴുത്തുകളെല്ലാം, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന ചോദ്യത്തിന് ആ കഥക്കകത്ത് അക്ബർക്ക പറയുന്നൊരു മറുപടിയുണ്ട്. മോള് ഇഷ്ടപ്പെട്ട, മോള് വായിച്ച് കൊതിച്ച, മോള് സ്നേഹിച്ച അക്ബർ മാഷെ മോള് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ മോള് കാണാൻ ആവശ്യപ്പെടുന്ന അക്ബർ മാഷ് മറ്റൊരാളാണ്. അയാൾ മോള് സ്നേഹിച്ച, ആഗ്രഹിച്ച അക്ബർ മാഷിൻ്റെ അത്രയും നല്ലതല്ല, അയാളെ കാണണ്ട എന്ന് പറഞ്ഞാണ് കഥ അവസാനിപ്പിക്കുന്നത്. ആരാധനയുടെ അതിർവരമ്പ് എന്താണ്, എഴുത്തും എഴുത്തുകാരനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സിനിമയിലേക്ക് വരുമ്പോൾ ഒരു അഭിനേതാവും അയാൾ അഭിനയിച്ച കഥാപാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മെ മോഹിപ്പിക്കുന്ന പലതിനും അപ്പുറത്ത് നമുക്ക് പരിചിതനല്ലാത്ത ഒരാളുണ്ട് എന്ന ബോധ്യം ഈ പറയുന്ന 6-ലോ 7-ലോ ഒക്കെ പഠിക്കുന്ന സമയത്തെ അക്ബർ മാഷിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊക്കെ പഠിപ്പിച്ച, ഒരുപാട് ലോകം കാണിച്ചു തന്ന ഒരാളെന്നത് കൊണ്ട് തന്നെ അക്ബർ മാഷാണ് ഞാനങ്ങനെ പേരുകൾ എണ്ണി പറയാൻ തുടങ്ങിയാൽ എനിക്ക് ആദ്യം പറയാനുണ്ടാവുന്ന ഒരു പേര്. അദ്ദേഹം തന്നെയാണോ എഴുത്തിൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടോ? ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആനന്ദിനെയും OV വിജയനെയും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവുക. ആനന്ദിൻ്റെ അതുവരെ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ആ പ്രായത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. അത് മരണ സർട്ടിഫിക്കറ്റ് ആയാലും, ഗോവർദ്ധൻ്റെ യാത്രകളായാലും, അത് വിജയനിലേക്ക് വരുമ്പം ഗുരുസാഗരമായാലും, പ്രവാചകൻ്റെ വഴിയായാലും, ഒരുപക്ഷെ അണ്ടർ റേറ്റഡായി പോലും പോയ അവരുടെയൊക്കെ പുസ്തകങ്ങൾ പലതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. കൊതിപ്പിച്ച 2 പേർ അക്കാലത്ത് ആനന്ദും വിജയനും തന്നെയായിരുന്നു. പക്ഷേ അവരായിരുന്നു വഴി എന്നൊന്നും സത്യത്തിൽ പറയാൻ പറ്റുകയില്ല. കാരണം അവരെഴുതിയ എഴുത്തിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒന്നും നാളിന്നോളം ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വഴി, ഇന്നയാൾ നടന്ന വഴിയെ സുരക്ഷിതമായി നടക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഒരു വഴിയെ നടക്കാൻ ശ്രമിച്ചു, ആ വഴിക്കപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. ആ വലിയ മരങ്ങളിലുണ്ടായിരുന്നു ഈ പറയുന്ന അക്ബർ മാഷും കുഞ്ഞിക്കയും OV വിജയനും ആനന്ദുമൊക്കെ എന്ന് പറയുന്നതാവും കുറേ കൂടെ ശരി. നമ്മൾ വളർന്നൊരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, ഇതൊക്കെ എഴുത്തിൽ ഒരുപാട് ചിലപ്പോൾ നമ്മളെ സ്വാധീനിച്ചേക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന നാട്, ഇപ്പോൾ കേരളത്തിലെ നമ്മളിങ്ങനെ 3ആക്കി സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ജനിച്ച നാട്, നമ്മൾ ജീവിച്ച സ്ഥലം, അതൊക്കെ എത്രമാത്രം ലിജീഷ് എന്നുള്ളൊരു എഴുത്തുകാരൻ്റെ എഴുത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? വളരെ കുട്ടിക്കാലത്തെ മനുഷ്യൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്. മനുഷ്യനെ അങ്ങനെ ഒരു വസ്തുവായി നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒരുപാടേറെ ഡൈവേഴ്സിറ്റികളൊക്കെയുള്ള, പലപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ ഈ മനുഷ്യനെ ഞാൻ കൗതുകത്തോടെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദേശം എന്ന രൂപത്തിൽ എടുത്തു പറയാൻ പറ്റാത്തൊരു ഓട്ടമായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും പല നാടുകൾ മാറി 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 ജീവിച്ചാണ് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരു നാട്ടിലുള്ളത്. എൻ്റെ നാട് ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിലേതാണ് എൻ്റെ നാട് എന്ന കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ ചെന്നുപെടുന്ന നാട്ടിൻപുറങ്ങളിലെല്ലാം, അത് നഗരമായാലും ചെന്നുപെടുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ വ്യക്തിപരമായി എക്കാലവും കൊണ്ട് നടക്കുന്ന ഒരുപാടേറെ ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ ബന്ധങ്ങളെല്ലാം സത്യത്തിൽ നമ്മളുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നാട് ഇന്നത് തന്നു എന്ന് പറയുന്നതിനേക്കാൾ നാട് കുറേ മനുഷ്യരെ തന്നു എന്ന് പറയുന്നതാവും ശരി. ആ മനുഷ്യരൊക്കെ ഏറിയും കുറഞ്ഞും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊക്കെ പല രൂപത്തിൽ രസമുള്ള കുറേ കഥാപാത്രങ്ങളായി എഴുതപ്പെട്ടതോ എഴുതപ്പെടാനിരിക്കുന്നതോ ആയ, അല്ലെങ്കിൽ അന്നാട്ടിലൂടെ കടന്നുപോയ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പകർത്തി വെക്കാൻ മാത്രം വലുപ്പമുള്ള മനുഷ്യരായി ഉണ്ടായിരുന്നു. അതൊരുപക്ഷെ വളരെ ലൗഡായി നമ്മളങ്ങനെ ഒരു മാതൃകാ മനുഷ്യർ എന്നൊന്നും പറയാവുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. നാട്ടിൻപുറം ചിലപ്പോൾ പുറത്താക്കി കളഞ്ഞ
ഒറ്റപ്പെടുത്തി കളഞ്ഞ മനുഷ്യരൊക്കെ ആവും. ഞാൻ ജീവിച്ച നാട്ടിൻപുറത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ നിന്ന് ആളുകളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചീത്ത പറയുമായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അയാൾ ഒറ്റയ്ക്ക് നിന്ന് ആളുകളെ, നമ്മളുടെ നാട്ടിൽ ഈ ചെമ്പരത്തിയുടെ ചെടി വീട്ടുമുറ്റത്തൊക്കെ വന്ന് അതിൻ്റെ ഇലയൊക്കെ പറിച്ചു കൊണ്ടുപോയി ഒരു ഇടിച്ചു പിഴിഞ്ഞ് താളി തലയിൽ തേച്ച് പിടിപ്പിച്ച്, അങ്ങനെ തല നിറയെ താളിയൊക്കെ തേച്ച് പിടിപ്പിച്ച് റോഡിൽ നിന്ന് പോകുന്ന, എന്തിനാണ് തേച്ച് പിടിപ്പിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ആ തല തണുക്കാൻ വേണ്ടിയായിരിക്കും. റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ മുഴുവൻ ചീത്ത വിളിക്കുമായിരുന്നു. ഒരു കണ്ണേട്ടൻ എൻ്റെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. കണ്ണേട്ടൻ ഇങ്ങനെ, ഞാൻ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഞാൻ കൗതുകത്തോടുകൂടെ, പലരും അദ്ദേഹത്തെ കടന്നു പോകുമ്പോഴും ഞാനിങ്ങനെ കൗതുകത്തോടുകൂടെ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിന്നെയല്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ആ പണി. ഇപ്പോൾ എന്നെയല്ല എന്ന് പറയുന്നതിൻ്റെ കൗതുകം എപ്പോഴും കണ്ണേട്ടനെ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അതേ റൂട്ടിലൂടെ രാത്രി വന്ന ഒരു വണ്ടി തട്ടിയാണ് കണ്ണേട്ടൻ ഒരു ദിവസം മരിച്ചു പോകുന്നത്. ഞാൻ ഒരുപാടേറെ സങ്കടപ്പെട്ട ദിവസമായിരുന്നു. അങ്ങനെ ആരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ നമ്മളെ കൗതുകപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ കുറേ മനുഷ്യരെ ഞാൻ ജീവിച്ച ദേശങ്ങളെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ കണ്ണേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ നാട് സംഭാവന ചെയ്യുന്ന, നാട് ആരാധിക്കുന്ന വലിയ മനുഷ്യരല്ല ഞാൻ ആരാധിക്കുന്ന മനുഷ്യരായി എനിക്ക് എണ്ണി പറയാനുണ്ടാവില്ല. എപ്പോഴെങ്കിലും ഇപ്പം ഇതുപോലെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഓക്കെ ഇവരെ വെച്ചൊരു ക്യാരക്ടർ നമ്മൾ പുസ്തകത്തിൽ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ട് എഴുതി കഴിഞ്ഞ് ആ ഒറിജിനൽ ക്യാരക്ടറിനോട് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഈ ക്യാരക്ടർ എഴുതാനുള്ളൊരു ബേസ് നിങ്ങളായിരുന്നു, നിങ്ങളുടെ ചെറിയ ട്രേറ്റ്സ് ഞാനതിൽ എടുത്തിട്ടുണ്ടെന്നൊരു കോംപ്ലിമെൻറ്റ് പോലെയോ അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമാവുന്ന വിധം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല. കണ്ണേട്ടനെക്കുറിച്ച് ഞാൻ എഴുതുന്ന സമയത്ത് കണ്ണേട്ടൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ പല അധ്യാപകരെ കുറിച്ച്, എന്നെ പഠിപ്പിച്ച രസമുള്ള എൻ്റെ ബയോളജി ടീച്ചറെക്കുറിച്ച് കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും രസമായി സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ച ടീച്ചറായിരുന്നു ആ ടീച്ചർ എനിക്ക്. ഈ അടുത്ത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വാർഷികത്തിന് ഞാൻ ആ സ്കൂളിനകത്ത് ചെന്ന് നിന്ന സമയത്ത്, 50ാം വാർഷികത്തിന് അവിടെ ചെന്ന് നിന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ടീച്ചറെ കാണുകയാണ്. ടീച്ചർ വന്ന ഉടൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് ചോദിച്ചു, നീ അന്ന് ചോദിച്ച ചോദ്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മാത്രം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ചോദിച്ച ചോദ്യവും ടീച്ചർ അന്ന് പറഞ്ഞ ഉത്തരവും ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ടീച്ചർ ചോദിച്ചു, അതേതാണ് ആ പുസ്തകം എന്ന്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ജീവിതത്തിൽ പ്രിയപ്പെട്ട പല മനുഷ്യരെയും, എന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച സ്കൂളിനകത്ത് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നൊരു കൃഷ്ണൻ മാഷുണ്ടായിരുന്നു. മാഷാണ് ഭാഷയുടെ വൈവിധ്യങ്ങൾ ജീവിതത്തിൽ ആദ്യമായി എന്നെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് മുറിയിലൊക്കെ പര്യായ പദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മുഖത്തിൻ്റെ പര്യായ പദം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ, മുഖത്തിൻ്റെ പര്യായ പദം ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള മീട്, മൊത്തി, ചെള്ള എന്നൊക്കെ പറഞ്ഞ് ഇത് മുഖത്തിൻ്റെ പര്യായ പദമാണ് എന്ന് മാഷെന്ന് തമാശയ്ക്ക് പറഞ്ഞു പോകുമ്പോഴും ഭാഷ ഇങ്ങനെ പ്രയോഗിക്കാൻ കൊള്ളാവുന്നത്രയും ആഴമുള്ള നാട്ടിൻപുറത്തിൻ്റെതായ സത്തകളുള്ള ഒന്നാണ് എന്നൊരു ബോധത്തെയായിരുന്നു മാഷനിൽ ഇൻജക്റ്റ് ചെയ്തത്. പിൽക്കാലത്ത് ബഷീറിനെയൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി നേരിട്ട് കണ്ട ബഷീർ കൃഷ്ണൻ മാഷാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ മാഷോട് ഒരിക്കലും മാഷെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയണം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ പറയണം എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് യുവർ ചോയ്സ്. ഇപ്പോൾ കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞു. കഞ്ചാവ് ആക്ച്വലി വളരെ ഒരു ജനപ്രിയനാക്കിയ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം ജനകീയനാക്കിയ ഒരു ആസ് എൻ എഴുത്തുകാരൻ. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം, അത് എഴുതിയൊരു സാഹചര്യം, അതിനെക്കുറിച്ചൊന്ന് പറയും കഞ്ചാവിനെ കുറിച്ച്. കഞ്ചാവ് പറഞ്ഞ പോലെ പല കാലങ്ങളിൽ മനുഷ്യരെക്കുറിച്ച് എഴുതാൻ ശ്രമിച്ച, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഏറ്റവും സ്വകാര്യമായി പകർത്തി വെക്കാൻ ശ്രമിച്ച കുറേ കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ്, 10-25 കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ് കഞ്ചാവ്. എനിക്ക് പ്രിയപ്പെട്ട മനുഷ്യർ 25 ഒതുങ്ങുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 2-3 കഞ്ചാവൊക്കെ എഴുതാൻ മാത്രം ആ മനുഷ്യരുണ്ടാവും. ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത ചില മനുഷ്യരുടെ ജീവചരിത്ര പുസ്തകം എന്നൊക്കെ കഞ്ചാവിനെ വിളിക്കാം. ഒരു നോൺ ഫിക്ഷൻ സ്വഭാവത്തിൽ ആ പുസ്തകം നിലനിൽക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയ ജീവചരിത്രങ്ങളായാണ് ഞാനതിനെ കാണുന്നത്. പക്ഷേ ആ മനുഷ്യരുടെ ജീവചരിത്ര പുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു അധ്യായം അവരെക്കുറിച്ചുണ്ടാവില്ല. കഞ്ചാവിലെ ബാബു ആൻ്റണിയെയോ, കഞ്ചാവിലെ ജവഹർലാൽ നെഹ്റുവിനെയോ, കഞ്ചാവിലെ മോഹൻലാലിനെയോ, കഞ്ചാവിലെ ആൻഡ്രൈസിനെയോ നാം ഒരിക്കലും അവരുടെ ആത്മകഥകളിലോ അവരുടെ ജീവചരിത്രങ്ങളിലോ കാണാനിടയില്ല. എനിക്ക് മാത്രം കാണാൻ കഴിഞ്ഞ
ഞാൻ കൗതുകത്തോടുകൂടെ ഏതോ ഒരു അറ്റത്ത് നിന്ന് ചാഞ്ഞും ചെരിഞ്ഞും അവരിലേക്ക് നോക്കിയ നോട്ടങ്ങളുടെ പുസ്തകമായിരുന്നു. ഒരു ഒളിഞ്ഞ നോട്ടത്തിൻ്റെയൊക്കെ പുസ്തകമാണ് സത്യത്തിൽ കഞ്ചാവ്. ഈ ഇപ്പോൾ ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളാന്ന് പറഞ്ഞു. ഈ ഇഷ്ടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് അനിഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് ഇതുപോലെ ഒരു കുറിപ്പ് എഴുതണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ എഴുതണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? കഞ്ചാവിനകത്ത് സത്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിലുള്ളൊരു കൗതുകം, എനിക്ക് ചില നേരങ്ങളിൽ ഇഷ്ടം തോന്നാതിരുന്ന മനുഷ്യരെക്കുറിച്ചും കഞ്ചാവിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അതിലൊരാൾ ബാബു ആൻ്റണിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പേടിപ്പിച്ച വില്ലന്മാരിൽ എപ്പോഴും ബാബു ആൻ്റണി ഉണ്ടായിരുന്നു. അന്നാണ് നാടോടി വരുന്നത്. അന്നാണ് ബാബു ആൻ്റണിയെ കണ്ടുപേടിച്ച് ഒരുപാടേറെ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. പിന്നീടാണ് അദ്ദേഹം നമ്മുടെ നായകനൊക്കെയായി മാറുന്നത്. അന്നൊക്കെ ബാബു ആൻ്റണി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന അമ്മയെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ ബാബു ആൻ്റണി വരും എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന വീട്ടുമുറികളുണ്ടായിരുന്നു. ബാബു ആൻ്റണിയെക്കുറിച്ച് ഞാനതിൽ എഴുതിയ ഒന്ന്, നമ്മളുടെ വഴികൾ സുരക്ഷിതമല്ല എന്നും പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നാം അപായപ്പെടാൻ സാധ്യതയുണ്ട് എന്നും നമ്മെ തട്ടിക്കൊണ്ടുപോകാൻ ഒരാളുണ്ട് എന്നും നമ്മെ പീഡിപ്പിക്കാൻ ഒരാളുണ്ട് എന്നൊക്കെയുള്ള ബോധ്യത്തിൻ്റെ കൂടെ റെപ്രസെൻറ്റേഷനായിരുന്നു എനിക്ക് ബാബു ആൻ്റണി. പിന്നീട് എന്തുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിച്ചു എന്നതിൻ്റെ ഉത്തരം ഞാൻ കഞ്ചാവിൽ പറയുന്നുണ്ട്. ഇയാളാണ് വില്ലൻ എന്ന് തിരിച്ചറിയുന്നത് കുറേ കൂടെ സുരക്ഷിതമാണ്. വില്ലൻ ആരാണ് എന്ന് മനസ്സിലാവാത്തതാണ് നമ്മളുടെ സൊസൈറ്റിയുടെ വലിയ പ്രശ്നം എന്ന്. പലപ്പോഴും നാം കാണുന്ന കയ്യേറ്റങ്ങൾ, പലപ്പോഴും നാം കാണുന്ന പീഡനങ്ങളെല്ലാം ഒരിക്കൽ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നവർ പിൽക്കാലത്ത് നമുക്ക് ഏൽപ്പിച്ച മുറിവുകളാണ്. അവരിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെ നാം പലപ്പോഴും കാണുന്നില്ല. നാം കാണുന്നത് അവരിലെ നായകനെ മാത്രമാണ്. നായകനാണ് എന്ന് തോന്നിപ്പിക്കുകയും അകത്തെവിടെയോ ഒരു വില്ലനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളേക്കാൾ സുരക്ഷിതം ഇയാൾ വില്ലനാണ് എന്നയാൾ സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ അയാളെ കാണുമ്പോൾ നാം എടുക്കുന്ന ചില കരുതലുകളുണ്ട് എന്ന് കഞ്ചാവിലിടത്ത് ഞാൻ എഴുതി പോകുന്നുണ്ട്. അതുകൊണ്ട് ബാബു ആൻ്റണിയോടുള്ള എൻ്റെ കാമനയായിരുന്നില്ല കഞ്ചാവിനകത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത്. മറ്റൊരാൾ സൗരവ് ഗാംഗുലി ആയിരുന്നു. ഗാംഗുലിയുടെ ക്രിക്കറ്റ് മത്സരങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വലിയ ആവേശം കൊള്ളിച്ചു. ഒരുപക്ഷെ പുതിയ തലമുറ എത്രമാത്രം അന്നത്തെ താരങ്ങൾ ഓർക്കുന്നു എന്നെനിക്കറിയില്ല. അസറുദ്ദീനെയോ അജയ് ജഡേജയെയോ ഗാംഗുലിയെയോ ഒന്നും പുതിയ തലമുറ എത്രത്തോളം ഓർത്തിരിക്കും എന്നെനിക്കറിയില്ല. അസറിനെക്കുറിച്ചുള്ളൊരു സിനിമ ഞാൻ ഈ അടുത്ത് കാണുമ്പോൾ പോലും ആ സിനിമ കണ്ട് ഞാൻ കരഞ്ഞുപോയി. ഡ്രസ്സിങ് റൂമിനകത്ത് നയൻ, അസർ എന്നൊക്കെ എഴുതി വെച്ച കുറേ ടീഷർട്ടുകൾ തൂക്കിയിട്ടതിന് മുമ്പിൽ കരഞ്ഞിരിക്കുന്ന അസറിൻ്റെ ഒരു ചിത്രവുമായിട്ടായിരുന്നു ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത്. അങ്ങനെ എന്നെ പ്രലോഭിപ്പിച്ച കളിക്കാരുടെ പട്ടികയിൽ എക്കാലത്തും ഗാംഗുലി ഉണ്ടായിരുന്നു. പക്ഷേ കഞ്ചാവിനകത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത് അന്ന് ഗോസിപ്പ് കോളങ്ങളിലുണ്ടായിരുന്ന ഗാംഗുലിയും നഗ്മയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചായിരുന്നു. നഗ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാംഗുലി നഗ്മയെ കൊണ്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞ ദിവസം എനിക്ക് ഗാംഗുലിയോട് ഭയങ്കരമായ വെറുപ്പ് ആരംഭിച്ചു. അങ്ങനെ നമ്മൾ മോഹിപ്പിച്ച പലതിനെയും തട്ടിയെടുത്ത് കളഞ്ഞ ആളുകളോടൊക്കെ വലിയ വെറുപ്പും അസൂയയും ഒക്കെ സൂക്ഷിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഗാംഗുലി എനിക്ക് വില്ലനായിരുന്നു എന്ന് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില വിയോജിപ്പുകൾ മാത്രമാണ് സത്യത്തിൽ മനുഷ്യരുമായി എനിക്കുള്ളത്. വലിയ തർക്കങ്ങളിൽ ജീവിതത്തിൽ ഇന്നോളം മനുഷ്യരുമായി സംവാദങ്ങളിലൊക്കെ നാം ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെയൊന്നും വ്യക്തിപരമായി ആളുകളോടുള്ള വിദ്വേഷമായി ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളോട് വെറുപ്പാണ് എന്ന് പറയാവുന്ന ജീവിത സന്ദർഭങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അതല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാവുക, ലിജീഷ് കുമാർ എന്നുള്ള വ്യക്തി ഇങ്ങനെ ചിരിച്ച് സ്മൈൽ ചെയ്ത് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അത്രയും വെറുപ്പുകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ പറയുന്നു കേട്ടോ. ലോകം അങ്ങനെ ഒരു സഹിഷ്ണുതയോടുകൂടിയോ സെൻറ്റിമെൻറ്റ്സോടുകൂടിയോ എന്നെ കണ്ടു എന്ന തോന്നൽ എനിക്കില്ല. എന്നെ ക്രിട്ടിസൈസ് ചെയ്തവരും എന്നെ വിമർശിച്ച പല രൂപത്തിൽ വിമർശിച്ചവരേറെയാണ്. ഈ ക്രിറ്റിസിസങ്ങളെല്ലാം വളരെ പോസിറ്റീവായി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഞാൻ ഇടപെടുന്ന പ്രവൃത്തി മണ്ഡലങ്ങളോടുള്ള കോമ്പറ്റീറ്റേഴ്സിന് പലപ്പോഴും സ്വാഭാവികമായും നമ്മളോട് വിദ്വേഷമുണ്ടാവും. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയല്ല എഴുതേണ്ടത് എന്ന് തോന്നുന്ന ഒരു വായനക്കാരനെങ്കിലും ഉണ്ടാവും. 100 പേർ ഇരിക്കുന്ന ഒരിടത്ത് നമ്മ കേൾക്കുന്ന 100 പേരും
നമ്മക്കേട്ട് ആനന്ദിക്കുമെന്ന ബോധ്യം എനിക്കില്ല. 10 പേരുടെ വിയോജിപ്പ് തീർച്ചയായും അവിടെ ഉണ്ടാവും. അപ്പോഴും ഭൂരിപക്ഷം നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നൊരു ഒരു 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 ജനാധിപത്യത്തിലുള്ള വിശ്വാസം മാത്രമാണ് എൻ്റെ തുടർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നോ, എല്ലാവരും എന്നെ കണ്ട് ആനന്ദിക്കണമെന്നോ, എല്ലാവരും ഞാൻ നാളെ എന്തെങ്കിലും നിർമ്മിക്കുന്ന കലാസൃഷ്ടികൾക്ക് കൈയടിക്കണമെന്നോ ഒന്നുമുള്ള അഭിപ്രായം എനിക്കില്ല. വിമർശനത്തെ സ്നേഹത്തോളം തന്നെ വാല്യുബിളായി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചങ്ങോട്ട് ഇങ്ങനെ വിമർശിക്കുന്നവരോടോ കുറ്റം പറയുന്നവരോടോ വലിയ വിദ്വേഷം ഏറെക്കാലം കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് ഇത്രയും വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്മൈൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അറിയുന്ന എല്ലാവരും കാണുന്ന ലിജീഷ് കുമാർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചിരി ഫേക്ക് ആണെന്ന് ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രിറ്റിസിസം പോലെ. ഇപ്പോൾ ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ചിരിച്ച് പരവേശം തന്നെ ഉള്ളൂ, പക്ഷെ അവൻ ആൾ ശരിയല്ല എന്നുള്ള ഒരു കമൻറ്റ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ ഇടയുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ ചിരിക്കേണ്ടതില്ല, കുറെ കൂടെ ഗൗരവത്തിലൊക്കെ ഒരു പ്രായമൊക്കെ കടന്നാൽ മനുഷ്യർക്ക് ഇരിക്കാമെന്നൊക്കെ ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്. പക്ഷേ ചിരിയൊരു പകർച്ചവ്യാധിയാണ് എന്ന് മാർക്ക് ട്വെയിനാണെന്ന് തോന്നുന്നു എഴുതിയത്. എന്നോടൊപ്പം നേരം സ്പെൻഡ് ചെയ്ത എല്ലാ മനുഷ്യരും ദീർഘനേരം എന്നെ ചിരിപ്പിച്ചവരോ എൻ്റെ അപ്പുറത്തിരുന്ന് ചിരിച്ചവരോ ആണ്. അവരുടെ ചിരിയുടെ ഒരു റിഫ്ലക്ഷനൊക്കെ ആയിരിക്കും സത്യത്തിൽ നമ്മിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ എന്നെ കാണുന്ന സമയങ്ങളിലോ എന്നോട് ഇടപെട്ട സമയങ്ങളിലോ വളരെ രൂക്ഷമായി എന്നെ തുറിച്ച് നോക്കുകയോ എന്നോട് ഇറിറ്റേഷൻ കാണിക്കുകയോ ചെയ്ത മനുഷ്യർ എൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ വളരെ കുറവാണ്. വളരെ കാമായി, വളരെ പീസ്ഫുള്ളായി, വളരെ സമാധാനത്തോടു കൂടെ ഒപ്പം ഇരുന്ന് രസമായി സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്ത മനുഷ്യർക്കൊപ്പമാണ് ജീവിതത്തിലേറെ സമയവും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. നേരത്തെ എഡ്യൂക്കേഷനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 10, 17, 18 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പം കഴിഞ്ഞ 10-20 കൊല്ലമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ പ്രായത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും എല്ലാ രസങ്ങളും അതൊരു എക്കോസിസ്റ്റം എപ്പോഴും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ആ എക്കോസിസ്റ്റം ഒട്ടും വിദ്വേഷത്തിൻ്റേതായിരിക്കില്ല. ആ കുട്ടി നമ്മളിൽ നിന്ന് എപ്പോഴും ഒരു സാന്ത്വനമോ നമ്മളുടെ മുഖത്തെ സന്തോഷമോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ട്. എൻ്റെ ക്ലാസ് മുറിയിൽ എന്നെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകരിൽ ആരോടാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന ചോദ്യത്തിന് എന്നെ നോക്കി ചിരിച്ച മാഷിനോടും ടീച്ചറോടും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മറിച്ച് എന്നെ പേടിപ്പിച്ചവരെക്കാൾ എനിക്കെപ്പോഴും ഇഷ്ടം എന്നെ നോക്കി ചിരിച്ചവരായിരുന്നു. ചിരിക്കുന്ന മാഷിനാണ്, ചിരിക്കുന്ന ടീച്ചർക്കാണ് ഭംഗി എന്നുള്ളിൽ പറഞ്ഞു മുതിർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിൽക്കാലം ഒരധ്യാപകൻ്റെ കുപ്പായമൊക്കെ എടുത്തിടാൻ തുടങ്ങിയ സമയം മുതൽ ചിരിക്കുന്ന മാഷാവുന്നതിനുമാണ് ഭംഗി എന്ന തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെക്കാലം ചിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടികളോടാണ്. അതിൻ്റെ തുടർച്ചയായിരിക്കും ഒരു പൊതുവിടത്തിലും കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ എളുപ്പം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാനിടയുള്ളത് ചിരിയാണ് എന്ന് ഞാൻ എവിടെയോ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം മാഞ്ഞു പോവും, ഓർമ്മകൾ മാഞ്ഞു പോവും, നാം കണ്ട കാഴ്ചകൾ മാഞ്ഞു പോവും, ഏറ്റവും ആദ്യം മാഞ്ഞു പോവുക ചിരിയാണ് എന്നെങ്കിലും ഈ ചിരി നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി കൊണ്ടുകൂടിയാവും മനുഷ്യൻ ഒരുപാടേറെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് കള്ളമാണ് എന്നോ ഇയാൾ പറ്റിക്കുകയാണ് എന്നോ ഇയാളിതൊരു മുഖംമൂടി അടുത്ത് അണിയുകയാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ എപ്പോഴും ക്രിറ്റിസിസത്തിൻ്റെ കൂടെ ഒരു വക്താവാണ്. നാം എപ്പോഴും ആളുകളെ ജഡ്ജ് ചെയ്യുന്ന, നമുക്ക് പരിചയമില്ലാത്ത മനുഷ്യരെപ്പോലും നാം കേട്ട വാർത്തകളുടെ ബലത്തിൽ ജഡ്ജ് ചെയ്യുന്ന, എപ്പോഴും അയാളിൽ മറ്റൊരാളുണ്ട് എന്ന് നിരന്തരമായി പറയാൻ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന ഒരാൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടേക്കുണ്ട്. പലപ്പോഴും കേട്ട കഥകളെയോ ഉണ്ടാക്കിയ കഥകളെയോ ഒക്കെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമാണ് മനുഷ്യർക്കിഷ്ടം. ഈ കഴിഞ്ഞ ദിവസം രാജേഷ് മാധവൻ്റെ പുതിയ സിനിമ ഞാനിങ്ങനെ പെണ്ണും പൊറാട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണും പൊറാട്ടും സത്യത്തിൽ ഇത് മാത്രം പറയുന്ന സിനിമയാണ്. ആരാണ് മനുഷ്യൻ എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണത്. അങ്ങേയറ്റം മനുഷ്യൻ അപകടകാരിയാവുന്നത് ഈ ഒളിഞ്ഞു നോട്ടത്തിലും ഈ പരദൂഷണം പറച്ചിലിലും ഈ കഥകൾ നിർമ്മിക്കുന്നതിലുമൊക്കെയാണ്. അവിടെ ഒരാൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ പലരെയും പേടിച്ച് മരിച്ചു പോവേണ്ടുന്ന ലോകമാണിത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമയാണ് പെണ്ണും പൊറാട്ടും എന്ന സിനിമ. നമ്മളുടെ സമൂഹം സത്യത്തിൽ അതാണ്. ആരെയൊക്കെയോ പേടിച്ചാണ്
നമ്മെ ആരൊക്കെയോ ജഡ്ജ് ചെയ്യും എന്ന് കരുതിയാണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ചിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. എന്നെ നോക്കി ഇയാൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നവരെ ഒരിക്കലും ഒട്ടും ബഹുമാനക്കുറവോടുകൂടിയല്ല ഞാനിത് പറയുന്നത്. അവരൊരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എക്കാലത്തും അവർക്കുണ്ട്. നാം എന്താണോ നാം അതായി തുടരുക, അവരെന്താണോ അവരതായി തുടരുക എന്നതാണ് ശരി. ഞാൻ ഇങ്ങനെയാണ് ബൈ അല്ലേ? എനിവേ, ഇപ്പോൾ കഞ്ചാവിനെ കുറിച്ച് പറയുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ ലാലേട്ടനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, മമ്മൂക്ക ഉണ്ട് അതിൽ, ഇപ്പോൾ നേരത്തെ പറയുക ബാബു ആൻ്റണി ഉണ്ട്. ശരിക്കും സിനിമയോടുള്ള ലിജീഷ് കുമാർ എന്നൊരു വ്യക്തിയുടെ ഒരു വളരെയധികം ഒരു ഇഷ്ടം, ആ ഇഷ്ടം വെച്ചിട്ടുള്ള സിനിമയിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയായിരുന്നു കഞ്ചാവ്. അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളെക്കുറിച്ചൊന്ന് പറയാം. കഞ്ചാവിനകത്ത് ലാലേട്ടൻ ഉൾപ്പെടെ എനിക്ക് പ്രിയപ്പെട്ട കുറേ സിനിമാക്കാരെ പകർത്തി വെക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സിനിമയോടുള്ള എൻ്റെ കാമനകളുടെ ഒരു പുസ്തകം എന്ന സത്യത്തിൽ കഞ്ചാവിനെ പറയാൻ ഒക്കുകയില്ല. അതിനകത്ത് ലാൽ സാറിനോടുള്ള സ്നേഹവും ആരാധനയൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ, എനിക്ക് തോന്നുന്നത് 90കളുടെയൊക്കെ ആദ്യമൊക്കെ ജീവിച്ച, കുട്ടിക്കാലം സെലിബ്രേറ്റ് ചെയ്ത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ മമ്മൂക്കയോടും ലാൽ സാറിനോടും ഒക്കെയുള്ള ഭയങ്കരമായ ആരാധനയും കൊതിയുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരൊക്കെ പ്രലോഭിപ്പിച്ച കുട്ടിക്കാലമാണ് നമ്മളെല്ലാവരുടെയും കുട്ടിക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രലോഭനത്തിൻ്റെ കഥ കഞ്ചാവിനകത്ത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഞ്ചാവ് എന്ന ടൈറ്റിൽ പോലും സത്യത്തിൽ ഞാൻ ലാൽ സാറിനിട്ട ടൈറ്റിലാണ്. എൻ്റെ ടെറസിന് മുകളിൽ രഹസ്യകാമനകളുടെ ഒരു കഞ്ചാവ് ചെടിയുണ്ട്, അതിൻ്റെ പേരാണ് മോഹൻലാൽ എന്ന് ഞാനതിൽ എഴുതുന്നുണ്ട്. ഉള്ളിൽ നാം പറയാൻ പേടിച്ചു കൊണ്ട് നടക്കുന്ന കുറേയേറെ രഹസ്യ കാമനകളെ നാം നമ്മളുടെ ടെറസിൽ വളർത്തുന്നുണ്ട്, ലോകം കാണാതെ വളർത്തുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ലാൽ സാറിനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഉച്ചത്തിൽ പറയാൻ പേടിക്കുന്ന, സൊസൈറ്റിയുടെ മൊറാലിറ്റികളെ പേടിക്കുന്ന, അങ്ങനെ പലതിനെയും പേടിച്ച് സപ്രസ് ചെയ്യുമ്പോഴും നാം ഇങ്ങനെ ജീവിക്കണമെന്ന് കൊതിയോടുകൂടെ നോക്കിക്കാണുന്ന ഒരാളാണ് മോഹൻലാൽ. നമ്മെ പ്രേമിക്കാൻ പഠിപ്പിച്ചത് ലാൽ സാറാണ് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ സിമ്പലായോ നമ്മളുടെ കാമനകളുടെ സിമ്പലായോ ഒക്കെയാണ് ലാൽ സാർ എപ്പോഴും എന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ആരാധന കഞ്ചാവിനകത്ത് ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറിയും കുറഞ്ഞും അതുപോലെ ആരാധന തോന്നിയ അമിതാഭ് ബച്ചനെക്കുറിച്ച് കഞ്ചാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത്തരം മനുഷ്യരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമയോട് എനിക്കുള്ള ഒരു കാമനയുടെ പുസ്തകമാണ് എന്ന് പറയാൻ ഒക്കുകയില്ല. സിനിമയെക്കുറിച്ച് ഒരുപാടൊന്നും ഞാൻ എഴുതിയിട്ടുമില്ല. പക്ഷേ സിനിമ എപ്പോഴും എനിക്കൊരു മോഹവസ്തുവായിരുന്നു. അതെന്തെങ്കിലും സിനിമയ്ക്ക് കഥ എഴുതണമെന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്നോ ഉള്ള ആഗ്രഹത്തിലല്ല. ഞാൻ നാളെ മറ്റൊരു സിനിമ ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് കൂടെ എനിക്ക് പറയാൻ ഒക്കുകയില്ല. പക്ഷേ ഞാൻ ഇന്നും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ തിയേറ്ററിനകത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട മനോഹരമായ ഉത്സവങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. തിയേറ്ററുകൾ എനിക്ക് വലിയ ഉത്സവ പറമ്പുകളായോ ഉത്സവ പന്തലുകളായോ ഒക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയോട് ഉള്ള പ്രിയം എനിക്ക് എക്കാലത്തുണ്ട്. ആ പ്രിയം എനിക്ക് പകർത്തി വെക്കാൻ കഴിയാത്ത പ്രിയം കൂടിയാണ്. വർത്തമാന പുസ്തകം, അതിൻ്റെ ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് പറയൂ. വർത്തമാന പുസ്തകം ഇതുപോലെയുള്ള ചില വർത്തമാനങ്ങളുടെ പുസ്തകമാണ്. പക്ഷേ വർത്തമാന പുസ്തകത്തിനകത്ത് പലയിടത്തും നേരത്തെ എന്നോട് ചോദിച്ച എൻ്റെ സിനിമയോടുള്ള കൗതുകങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അതിനകത്ത് ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കാൻ ശ്രമിച്ച മനുഷ്യരിൽ പലരും എന്നെ പ്രലോഭിപ്പിച്ച സിനിമാക്കാരായിരുന്നു. ഒന്ന് മജീദ് മജീദിയാണ്. മജീദ് മജീദിയുടെ സിനിമകളെല്ലാം ഒരു കവിത പോലെ എന്ന് ജീവിതത്തിൽ ഏറ്റവും നമ്മെ രസം പിടിപ്പിക്കുന്ന ചിലതിനെ നാം താരതമ്യം ചെയ്ത് പറയാറുണ്ട്. അങ്ങനെ കവിത പോലെ അനുഭവിക്കാൻ കഴിഞ്ഞ സിനിമകളാണ് മജീദിയുടെ സിനിമകൾ. ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അല്ലെങ്കിൽ എല്ലാ നാട്ടിൻ പുറങ്ങളിലും എല്ലാ സ്കൂളുകളിലും മജീദിയുടെ സിനിമകൾ നാം കാണിച്ചിട്ടുണ്ടാകും. ചിൽഡ്രൻ ഓഫ് ഹെവൻ കാണാത്ത മലയാളത്തിലെ കുട്ടികൾ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിൽഡ്രൻ ഓഫ് ഹെവൻ മാത്രമല്ല, മജീദിയുടെ എല്ലാ സിനിമകളും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സിനിമകളാണ്. മജീദിയുടെ കുട്ടികൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അങ്ങനെ ആനന്ദിപ്പിച്ച കുട്ടികൾ ലോക സിനിമയിൽ കുറവാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതം ഇത്രയും മനോഹരമായി പറയാൻ ശ്രമിച്ച, ആവിഷ്കരിക്കാൻ ശ്രമിച്ച മറ്റൊരാൾ ലോക സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു സ്വപ്നദേശമായി എൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മജീദിയോട് ആ സകലമാന കണ്ണുമിഴിച്ച് കണ്ട
അത്ഭുതാദരങ്ങളോടും കൂടിയാണ് മജീദിയോട് മിണ്ടാൻ ഞാൻ പോയിരുന്നിട്ടുള്ളത്. ആ പറച്ചിൽ, ആ സംസാരം വർത്തമാന പുസ്തകത്തിനകത്തുണ്ട്. മറ്റൊന്ന് ഫാത്തിമ മൊത്തമത്ത് ആര്യ എന്ന് പറയുന്ന മക്ബൽ ബഫിനെയൊക്കെ പോലെയുള്ള ഇറാനിലുള്ള വലിയ സംവിധായകരുടെ എല്ലാം ആദ്യത്തെ നായികയുമായി നടത്തിയ സംഭാഷണം വർത്തമാന പുസ്തകത്തിനകത്തുണ്ട്. അല്ലാത്ത സംഭാഷണങ്ങൾക്കിടയിലും ഞാനിത് എണ്ണി പറയുന്നത് സിനിമയും ഞാനും തമ്മിലുള്ള സംവാദമാണ് സത്യത്തിൽ മജീദിയുമായും ഫാത്തിമ മൊത്തമത്ത് ആര്യയുമായും പ്രകാശ് രാജുമായും. പ്രകാശ് രാജ് ഒരേ സമയം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നടനായിരിക്കുമ്പോഴും ഇങ്ങേയറ്റത്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അത്രമേൽ ശക്തമായി നിലപാട് പറഞ്ഞ് ഇന്ത്യൻ സിനിമയിൽ നിൽക്കാൻ ശ്രമിച്ച മനുഷ്യർ കുറവാണ്. അങ്ങനെ പറയാൻ ശ്രമിച്ചവരോടെല്ലാം എനിക്ക് ആരാധനയുണ്ട്. അത് പ്രകാശ് രാജിനോടുണ്ട്, അത് തബ്സിയോടുണ്ട്, ഇതെല്ലാവരോടും എനിക്കുണ്ട്. ഈ ആരാധനകളെയെല്ലാം പല രൂപത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾക്കകത്ത് പകർത്തിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വർത്തമാന പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും സിനിമയോട് വർത്തമാനം പറയാൻ ശ്രമിച്ച നേരങ്ങളായിരിക്കും. ഈ ഒരു വർത്തമാനം പറയാനുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ തിരക്കഥയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടാവാൻ തോന്നുന്നു. കാരണം എന്താ അറിയോ, നമ്മൾ എഴുതിയൊരു പുസ്തകം ആളുകളുമായിട്ട് സംബന്ധിക്കും, അതൊരു വേറെ രീതിയാണ്. പക്ഷേ നമ്മൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് സിനിമയാവുമ്പോൾ അത് സംവദിക്കുന്നത് മറ്റൊരു രീതിയും കൂടിയാണ്, അല്ലേ? കുറച്ചുകൂടി വിഷ്വലാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ദാ പ്രേംപാറ്റ ഇങ്ങനെ അതിൻ്റെ തുടക്കം ആവാൻ പോകുന്നു, അതൊരു വലിയ ഡ്രീമാണ്. ആ പ്രേംപാറ്റയിലേക്കുള്ള ആ ഒരു നടത്തത്തെക്കുറിച്ചൊന്ന് പറയും. പ്രേംപാറ്റ സത്യത്തിൽ തിയേറ്ററിനകത്ത് വന്ന് മാത്രം ആളുകൾ വിലയിരുത്തി പറയേണ്ട ഒന്നാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ ഏത് തരത്തിലുള്ള സിനിമയാവും എന്നതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും ആ സിനിമ ഞങ്ങൾ ഒരുപാട് പേരുടെ സ്വപ്ന സിനിമ കൂടിയാണ്. അതിലെന്നേക്കാളും ഉച്ചത്തിൽ ഞാൻ പറയേണ്ട പേര് ആമറിൻ്റേതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആമർ പള്ളിക്കലാണ് പ്രേംപാറ്റയുടെ സംവിധായകൻ. ആമർ ആദ്യം ആയിഷ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. ഞാൻ നേരത്തെ കവിത പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ കവിത പോലെ കണ്ടിരുന്ന സിനിമയാണ് ആയിഷ എന്ന് പറയുന്ന സിനിമ. അതൊരു ബയോപിക്കാണ്, നിലമ്പൂർ ആയിഷയുടെ ജീവിതം പറയുന്ന സിനിമ. മനോഹരമായ സിനിമയാണ്. അങ്ങനെ ഒരു ബയോപിക് ആയിരിക്കുമ്പോൾ പോലും ഒരു ബയോപിക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ സിനിമയെ സമീപിക്കുന്ന ഒരു നോട്ടമല്ല സത്യത്തിൽ ആയിഷ തിരിച്ചിങ്ങോട്ടേക്ക് തന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് നിന്ന് ആ സിനിമ പറയാൻ ആമർ ശ്രമിക്കുന്ന ഒരു ശ്രമം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷയിലൂടെയാണ് ആമിറുമായി ഞാൻ അടുക്കുന്നത്. ആമിറിനെ എനിക്കറിയില്ലെങ്കിൽ പോലും ആമിറിലെ സിനിമാക്കാരനോടുള്ള സ്നേഹം സത്യത്തിൽ ആയിഷയുടെ കാഴ്ചയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രണ്ടാമത് ആമിർ താമസിയാതെ ED എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന സിനിമ, എക്സ്ട്രീംലി ഡേഞ്ചറസ് എന്ന് പറഞ്ഞ സിനിമ അവസാനിക്കുന്നു. വളരെ വ്യത്യസ്തമായ 2 ജോണറിലുള്ള സിനിമകൾ ഞാൻ കാണുന്നു. രണ്ടും വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത 2 ഫോർമാറ്റുകൾ. ഒന്ന് ബയോപിക് ആയിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെ വിജയിച്ചൊരു ബയോപിക്കിൻ്റെ ചരിത്രം ഏറെയൊന്നും നമുക്ക് എണ്ണിപ്പറയാനുണ്ടാവില്ല. മറ്റൊന്നൊരു ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയാവുന്ന ജോണറിലൊരു സിനിമ വരുന്നു. അത്തരം സിനിമകളും വിജയിച്ച ചരിത്രം മലയാളത്തിനില്ല. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ പോലെ മലയാളത്തിൽ വലിയ സംവിധായകർ എടുത്ത് പരീക്ഷിക്കുകയും മലയാളി പ്രേക്ഷകൻ സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്ത ഒരു ഫോർമാറ്റിലാണ് ED വരുന്നത്. എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ ആളുകൾക്ക് ആസ്വദിച്ച് ചിരിക്കാനോ ആനന്ദിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ തോന്നുന്നൊരു സിനിമ ചെയ്യാത്തത് എന്ന കൗതുകം സത്യത്തിൽ ആമിറിലെ സിനിമാക്കാരനോട് എനിക്കുണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ വർത്തമാനങ്ങളിൽ നിന്നാണ് പ്രേംപാറ്റയിലേക്ക് ഞാനും ആമിർ എത്തുന്നത്. ആമിറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആമിർ മുൻകാലങ്ങളിൽ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ജോണർ ഒരു സിനിമയുമായി ആമിർ വരികയാണ്. എന്താണോ കഴിഞ്ഞ സിനിമകളിൽ പറയാൻ ശ്രമിച്ചതിൻ്റെ ക്രിയേറ്റീവ് തലം, അതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റായ ഒരു സിനിമയാണ് പ്രേംപാറ്റ. 100% സെലിബ്രേഷൻ്റെ സിനിമ. ഒരു ക്യാമ്പസിൽ നിന്ന് 10-50 കുട്ടികൾ ഒരു നാട്ടിൻ പുറത്ത് പോയി ഒരു NSS ക്യാമ്പിനകത്ത് ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമ. കോളേജൊക്കെ വിട്ടു പോന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാടേറെ ക്യാമ്പ് ഓർമ്മകൾ ഒക്കെ എപ്പോഴും ഉണ്ട്. കോളേജിൽ എന്തൊക്കെ നമ്മൾ മറന്നുപോയാലും എത്ര പ്രായം ചെന്നാലും ഒരു NSS ക്യാമ്പിൻ്റെ കഥ ആ ക്യാമ്പിലൂടെ കടന്നുപോയ ഒരാൾക്ക് പറയാനുണ്ടാവും. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പ് കഥകൾ എപ്പോഴും ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അത് പുതിയ കുഞ്ഞുങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ ഗെറ്റ് ടുഗദർ നടന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ ഗെറ്റ് ടുഗദറുകളിലെല്ലാം ഏതെങ്കിലും ഒരാൾ മൈക്കെടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞു തുടങ്ങുക അന്ന് NSS ക്യാമ്പിനകത്ത് വെച്ച് എന്നായിരിക്കും.
അപ്പോൾ NSS ക്യാമ്പ് തലമുറകളുടെ മുഴുവൻ നൊസ്റ്റാൾജിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ മലയാള സിനിമ ഒരിക്കലും NSS ക്യാമ്പിനെ ആവിഷ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല. നാം കലോത്സവങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, യാത്രകൾ, പിക്നിക്കുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചരിത്രപരമായി സിനിമയിൽ ഇതൊക്കെയുണ്ട്. പക്ഷേ NSS ക്യാമ്പിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 6-7 ദിവസത്തെ ഒരു ക്യാമ്പിൻ്റെ കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഈ ക്യാമ്പിൽ വന്നു കയറിയത് മുതൽ ക്യാമ്പ് തീരുന്നത് വരെ നടക്കുന്ന സെലിബ്രേഷൻ്റെ കഥ, ഈ ക്യാമ്പിലെ ജീവിതത്തിൻ്റെ കഥ, അത്തരം തമാശകളുടെ കഥ, ഒരു 100% ആളുകൾക്ക് ചിരിച്ചാസ്വദിക്കാവുന്ന ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനറായി ആ പ്രായത്തിൻ്റെ സകലമാന തമാശകളെയും ആവിഷ്കരിച്ച് വെച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന തോന്നലാണ് സത്യത്തിൽ പ്രേംപാറ്റയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ പ്രേംപാറ്റകളാണ് സത്യത്തിൽ ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഒരുപാടേറെ ആളുകൾ. വലിയ സ്വപ്നങ്ങളും കൊണ്ട് ക്യാമ്പസിലെത്തുന്നു, വലിയ പ്രണയങ്ങൾ സംഭവിക്കുന്നു, പലപ്പോഴും കരയിപ്പിച്ചുകൊണ്ട് അത് അവസാനിച്ചു പോകുന്നു. പൂമ്പാറ്റ എന്നൊക്കെ നമ്മളുടെ നാട്ടിൻപുറത്ത് പാറ്റ എന്നൊരു പ്രയോഗം, നാട്ടിൽ ചിത്രശലഭം എന്നൊന്നും നമ്മൾ പറയാറില്ല, നമ്മൾ പൂമ്പാറ്റ എന്നാണ് പറയാറുള്ളത്. പൂമ്പാറ്റയുടെ ഉടൽ, ആ വലിയ വിരിഞ്ഞ ചിറകിൻ്റെ ഉള്ളിൽ കാണുന്ന ആ കുഞ്ഞുടലാണ് പൂമ്പാറ്റയ്ക്കുള്ളത്. പക്ഷെ നമ്മൾ കാണുന്നത് ആ ഉടലുമായി ബന്ധിച്ച് നിൽക്കുന്ന ആ ചിറക് മാത്രമാണ് നമ്മൾ പൂമ്പാറ്റയെ കാണുമ്പോൾ കാണുന്നത്. പലപ്പോഴും കുട്ടികൾ അങ്ങനെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. അവരുടെ ഉള്ളിലൊരു കുഞ്ഞ് മനസ്സും ഒരു കുഞ്ഞുടലും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് അവർ കളർഫുള്ളായി കൊണ്ട് നടക്കുന്ന ഉടയാടകൾ മാത്രമാണ് നാം പലപ്പോഴും കാണുന്നത്. അതിനകത്തുള്ള ആ പാറ്റയെ നാം കാണാതെ പോകുന്നുണ്ട്. പ്രേംപാറ്റ എന്നോ പ്രേമപാറ്റ എന്നോ ഒക്കെ പറയാം. അങ്ങനെ ഒരു ആയുസ് വളരെ കുറവാണ് പാറ്റകൾക്ക്. പക്ഷെ ഉള്ള കാലം അവരിങ്ങനെ ജിൽജിലായി ഈ തേനൊക്കെ കുടിച്ചിങ്ങനെ ജീവിക്കുന്ന ജീവിയാണ്. ക്യാമ്പസ് സത്യത്തിൽ അതാണ്. വളരെ കുറഞ്ഞ ഒരു ടൈം പീരീഡിൽ അങ്ങേയറ്റം ആർമാദിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തലാണ് പ്രേംപാറ്റയിലൂടെ ശ്രമിക്കുന്നത്. അടിമുടി പ്രേമം നമുക്ക് പ്രേംപാറ്റയിൽ കാണാം. അടിമുടി പ്രേമമാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രേമവും ഹൃദയബന്ധങ്ങളും ക്യാമ്പസ് സത്യത്തിൽ പ്രേമത്തിൻ്റെയും ബാക്കിയെല്ലാം പിന്നീടാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും ഒക്കെ സ്പേസാണ് എപ്പോഴും. എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ നാം ഒരുപാട് നവീകരിക്കപ്പെടുകയും മാറിപ്പോവുകയും പിൽക്കാലം വന്ന സെമസ്റ്റർ സിസ്റ്റങ്ങളൊക്കെ നമ്മെ ഒരുപാട് സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ടാകും. പക്ഷേ എക്കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയാലും ക്യാമ്പസിന് എടുത്തു പറയാനുണ്ടാവുന്ന 2-3 ഇതൊക്കെയായിരിക്കും. മുകുന്ദൻ ആദിത്യനും രാധയും മറ്റു ചിലരുമാണെന്ന് തോന്നുന്നു. നാം ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചും പെൺകുട്ടികളെ പ്രേമിച്ചും ഒക്കെ ചെലവഴിക്കേണ്ട വിലപ്പെട്ട നമ്മളുടെ ബാല്യവും കൗമാരവും ഒക്കെ പുസ്തകങ്ങൾക്കിടയിലിരുന്ന് നശിപ്പിച്ച് കളഞ്ഞെന്ന് മോഹൻചേട്ടനൊരിടത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ പുസ്തകങ്ങളൊക്കെ ശേഷമേ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. നമ്മെ രൂപപ്പെടുത്തുന്നത്, നമ്മിലെ വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്, നമ്മളുടെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതൊക്കെ സത്യത്തിൽ ക്യാമ്പസിന് വലിയ പങ്കുണ്ട്. അത് നാം വായിച്ച പുസ്തകങ്ങളിൽ നിന്നുണ്ടാവുന്ന ജ്ഞാന നിർമ്മിതിയേക്കാൾ അപ്പുറത്ത് ഒരു സമൂഹ നിർമ്മിതിയുടെ ആധാരം എന്ന് പറയുന്നത് ആ എക്കോസിസ്റ്റം നമുക്ക് തന്ന ഇത്തരം അനുഭവങ്ങളുടെ തുടർച്ചയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ അനുഭവങ്ങളെ ഏറ്റവും തീക്ഷ്ണമായി പറയണം. പ്രേമത്തെയും സൗഹൃദത്തെയും ഒക്കെ ഏറ്റവും രസമായി ഒരു സിനിമ പറയണം എന്ന ആഗ്രഹമാണ്. കാണാൻ ഞാൻ മിസ് ചെയ്ത എന്തൊക്കെയോ തിയേറ്ററിൽ ഇരുന്ന് എനിക്കൊന്ന് കാണണം എന്ന ആഗ്രഹമാണ് സത്യത്തിൽ പ്രേംപാറ്റ എഴുതുമ്പോഴുള്ളത്. അപ്പോൾ ക്യാമ്പസ് കാലത്ത് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ ശകലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടോ? അത് സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരുടെ എല്ലാം അപ്പോഴും ഞാൻ എൻ്റെ പ്രേമം പറയാതെ രക്ഷപ്പെടുകയല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാനൊരു ക്യാമ്പസിൽ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയൊരു കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കാലത്തും PG കാലത്തും ഒക്കെ മുഴുവൻ സമയ, ഇന്ന് കാണുന്ന ഞാനേ അല്ല അന്നത്തെ ഞാനെന്ന് പറയുന്നത്, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ക്യാമ്പസിലെത്തിയ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ ഞാൻ ആദ്യമായി എൻ്റെ യൂണിയൻ ഓഫീസ് എന്ന് പറയുന്ന ലോകം ഞാൻ കാണുന്നു. ഞാൻ ആദ്യമായി പ്രകടനങ്ങൾ കാണുന്നു, ഞാൻ നിരാഹാരങ്ങൾ കാണുന്നു. ഞാൻ മറ്റൊരു ലോകത്തേക്ക് അങ്ങനെ വശീകരിക്കപ്പെടുകയായിരുന്നു എന്നോ ആ ലോകം എന്നെ ആകർഷിക്കുകയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ടേക്ക്
ഈ പറയുന്ന ഉള്ളിൽ എവിടെയോ ലിറ്ററേച്ചറൊക്കെ കിടക്കുന്നു, പുതിയ മുദ്രാവാക്യങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭാഷയെ അങ്ങനെയൊക്കെ നമ്മൾ പരുവപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ വർഷം ഞാനതിൻ്റെ മാഗസിൻ എഡിറ്ററായി മാറുന്നു. പിന്നീട് കുറേ കാലം ആ മാഗസിനൊക്കെയായി കടന്നു പോകുന്നു. അതിനുശേഷം ഞാൻ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് യൂണിയൻ ചെയർമാൻ ആയി മാറുന്നു ആ കോളേജിൽ. ശേഷം പിന്നീട് അവിടുന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുന്നു. എൻ്റെ ക്യാമ്പസ് കാലം എന്ന് പറയുന്നത് ഇങ്ങനെ യൂണിയൻ്റെയും പൊളിറ്റിക്സിൻ്റെയും ഒക്കെ കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രേമത്തിൻ്റെ ഓർമ്മ അതിനും കുറേ കൂടെ മുമ്പാണ് എനിക്ക് പറയാനുണ്ടാവുക. എൻ്റെ +2 കാലത്തൊക്കെയാണ് ഞാൻ ഏറ്റവും രസമായി പ്രേമിച്ചിട്ടൊക്കെ ഉള്ളത്. പക്ഷേ +2 കാലത്തെ നമ്മളല്ല പിൽക്കാലത്തെ നമ്മളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ +2 കാലത്തിൻ്റെ പ്രേമം ക്യാമ്പസിൽ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച പ്രേമത്തിൻ്റെ ആവിഷ്കാരം എന്നതിനേക്കാൾ ഞാൻ നോക്കിക്കണ്ട ഒരുപാടേറെ പ്രണയങ്ങൾ പ്രേംപാറ്റയിലുണ്ട്. ഞാൻ കണ്ട എല്ലാ NSS ക്യാമ്പുകളിലും പ്രേമങ്ങളുണ്ടായിരുന്നു. അതിൽ പലപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നാം നോക്കിയിരിക്കുന്ന ഇതാ ഈ ക്യാമ്പ് ഇവൻ്റെ പ്രേമത്തിൻ്റെ ക്യാമ്പാണ് എന്നൊക്കെ പറഞ്ഞ്, ഇവളുടെ ക്യാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് നാം നോക്കിയിരിക്കുന്ന ക്യാമ്പിൽ നിന്ന് നാം അറിയാതെ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയായി തളിർക്കുന്ന കുറേയേറെ പ്രേമങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളുള്ള കുറേയേറെ പ്രണയങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ NSS ക്യാമ്പുകളും അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചും കരഞ്ഞും വളരെ ഉച്ചത്തിൽ ഇമോഷനുകൾ പ്രകടിപ്പിച്ചും ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തുമൊക്കെയാണ് ആ ജീവിതം പിൽക്കാലത്ത് നമ്മളാരും ജീവിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ജീവിതം സത്യത്തിൽ അന്നത്തെ നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോറൻ ജീവിതമാണ്. എത്ര ഊഷ്മളമായി ഒട്ടിപ്പിടിച്ചവരായിരുന്നു ക്യാമ്പസിൽ നമ്മളൊക്കെ എന്ന് ക്യാമ്പസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും. അതുകൊണ്ട് ക്യാമ്പസ് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കഷ്ണമാണ്. നാം ജീവിതത്തെ ഏറ്റവും രസമായി ആഘോഷിച്ച് അവിടെ വെച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ചും നമ്മളുടെ സമൂഹം ഒരുപാടേറെ മാറി, ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള നമ്മളുടെ മുറവിളികളൊക്കെ ഒരു പുതിയ ഇടത്തേക്ക് നമ്മെ കൊണ്ടുവന്നെത്തി, ജെൻഡർ ഡിസ്ക്രിമിനേഷനുകളൊക്കെ മാറി എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീയുടെയും പുരുഷൻ്റെയും പൊസിഷൻ ഇപ്പോഴും സമൂഹത്തിൽ വലിയ അന്തരത്തിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരുപാടേറെ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ സകലമാന സെലിബ്രേഷനും അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞങ്ങളൊക്കെ പിൽക്കാലവും പല രൂപത്തിൽ സെലിബ്രേഷനുകൾ തുടർന്നിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ കൂട്ടുകാരികൾക്കത് പിന്നീട് തുടരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സെലിബ്രേഷനുകൾ തുടരാതായിപ്പോയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കുള്ള ട്രിബ്യൂട്ട് കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ. സങ്കടപ്പെടുത്തോ കാണുമ്പോൾ? അയ്യോ ഞങ്ങൾക്ക് മിസ് ചെയ്ത കാലത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിക്കുമായിരിക്കും അല്ലേ? പക്ഷെ അപ്പോഴും ചിരിച്ച് കാണാൻ പറ്റുക എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും രസമായി ജോളിയായി ഇരുന്ന് കാണുമായിരിക്കും. നൈസ്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് മലയാളിയുടെ സിനിമയെ എങ്ങനെ നോക്കിക്കാണാനാണ് ഇഷ്ടം? സിനിമ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ എപ്പോഴും എന്നെ ഒരുപാടേറെ പ്രലോഭിപ്പിച്ച, പലപ്പോഴും എൻ്റെ ജീവിതത്തെ ഒരുപാടേറെ സ്വാധീനിച്ച ഒന്ന് തന്നെയാണ്. ഒരു പുസ്തകം വായിക്കുന്നതിനോളമോ ഒരു ദേശം ചെന്ന് കാണുന്നതിനോളമോ പ്രാധാന്യം, അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യം സിനിമക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ സിനിമയും ആ സിനിമയുടെ ദൗത്യത്തെ ഏറ്റെടുക്കേണ്ട സിനിമകളാണ്. ഞാൻ നേരത്തെ പെണ്ണും പൊറാട്ടിനെ കുറിച്ച് പറയുമ്പോൾ, പെണ്ണും പൊറാട്ടും നമുക്ക് തരുന്ന കാഴ്ച ഒരുപക്ഷെ അതേ കാലത്ത് തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു ത്രില്ലർ സിനിമയ്ക്കോ അതേ സമയത്ത് തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു ക്യാമ്പസ് സിനിമയ്ക്കോ നമുക്ക് തരാനൊക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും ഏകരൂപിയാവണമെന്നോ എല്ലാ സിനിമകളും സമൂഹത്തെ ഉദ്ധരിക്കണമെന്നോ ഒന്നുമുള്ള തോന്നൽ സിനിമയെക്കുറിച്ച് എനിക്കില്ല. ഓരോ സിനിമയും അത് പറയാൻ ശ്രമിക്കുന്ന ഒന്നിനെ അതിൻ്റെ സമഗ്രതയിൽ ആവിഷ്കരിച്ചാൽ അതൊരു രസമുള്ള അനുഭവമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ കഴിഞ്ഞ സിനിമയെക്കുറിച്ചുള്ള ഫെസ്റ്റിവൽ സെഷനുകളിൽ ഇരിക്കുമ്പോഴും വലിയ വിമർശനം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇയാൾ എന്താണ് പറയുന്നത്, സിനിമയ്ക്ക് രാഷ്ട്രീയം വേണ്ടതില്ലേ, സിനിമ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? ചില സിനിമകൾ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കൂടിയാണ്. നാം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്താണ് രാഷ്ട്രീയം എന്നതൊരു വലിയ പ്രശ്നമാണ്. നാം വളരെ ഉച്ചത്തിൽ പറയാൻ ശ്രമിക്കുന്ന, നാം കൊടികെട്ടി പറത്തി പറയാൻ ശ്രമിക്കുന്ന ഒന്നിൻ്റെ പേരല്ല രാഷ്ട്രീയമെന്ന് പറയുന്നത്. നാം ജീവിക്കുന്ന നമ്മളുടെ ജീവിതം പോലും അടിമുടി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. പുറമേ ഉള്ള ഒരാൾക്കത് അത്രമേൽ വിസിബിളായിരിക്കണമെന്നില്ല.
സിനിമക്കകത്തുള്ള കുടുംബ നിർമ്മിതിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയമുണ്ട്. സിനിമക്കകത്തുള്ള ആണും പെണ്ണും നടത്തുന്ന കമ്മ്യൂണിക്കേഷനിൽ നാം പറയാൻ ശ്രമിക്കേണ്ട രാഷ്ട്രീയമുണ്ട്. സിനിമ തെറിവിളിക്കേണ്ട നേരങ്ങളിൽ നാം പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമുണ്ട്. കഥാപാത്ര നിർമ്മിതിയിൽ വളരെ സെട്ടിലായി കിടക്കുന്ന എന്തോ ഒന്നിനെയാണ് ഞാൻ സിനിമയുടെ രാഷ്ട്രീയമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സിനിമ എല്ലാവരുടെ ജീവിതത്തെയും അടിമുടി പൊളിറ്റിക്കലി നവീകരിച്ച് കാണിക്കണം എന്ന് ഒരു കലാസൃഷ്ടിയോട് നീതി പുലർത്തി എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ല. ഒരു കള്ളനെ ആവിഷ്കരിക്കുമ്പോഴോ ഒരു കയ്യേറ്റക്കാരനെ ആവിഷ്കരിക്കുമ്പോഴോ ഒരു കാമവെറിയനെ ആവിഷ്കരിക്കുമ്പോഴോ അപകടകാരിയായ ഒരു ക്രിമിനലിനെ ആവിഷ്കരിക്കുമ്പോഴോ നമുക്ക് നമ്മളുടെ രാഷ്ട്രീയം ആ ക്യാരക്ടറിൽ പിന്തുടരാൻ കഴിയണമെന്നില്ല. അവിടെ എല്ലായ്പ്പോഴും നാം രാഷ്ട്രീയ ജാഗ്രതയോടുകൂടെ നമ്മളുടെ കലാസൃഷ്ടിയെ സമീപിക്കാൻ ശ്രമിച്ചാൽ എവിടെയോ നമുക്ക് സിനിമ കൈമോശം വരും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നേരെ മറിച്ച് രാഷ്ട്രീയം പറയാൻ പ്രത്യക്ഷത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് നാം പുറത്തേക്ക് വിടുന്ന സിനിമകളെല്ലാം അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം അങ്ങേയറ്റം ആത്മാർത്ഥമായി നിർവഹിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ പറയുന്ന സിനിമകളിൽ പോലും ഇതല്ലാത്ത പല കാഴ്ചകളിലും നമുക്ക് നമ്മളുടെ രാഷ്ട്രീയം, ഞാനീ പറയുന്ന മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുകളിൽ പലയിടത്തും നമുക്ക് നമ്മളുടെ രാഷ്ട്രീയത്തെ ഒളിപ്പിച്ച് വെക്കാൻ കഴിയും. അത് ഫീൽ ചെയ്ത് ആ ജീവിതത്തോട് ആ കാഴ്ചയോട് ഒട്ടിപ്പിടിച്ച് പതിയെ നാം നമ്മളുടെ പ്രേക്ഷകനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഈ പുതുക്കൽ നമ്മളുടെ തിയേറ്ററിൽ തീർച്ചയായും നടന്നിട്ടുണ്ട്. സിനിമ ഒരുപാടേറെ മാറിയിട്ടുണ്ട്. സിനിമയെ നിരന്തരമായി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷകർ, സിനിമയെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമാ നിരൂപകർ ഒക്കെ സിനിമയെ ഒരുപാടേറെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും കളിയാക്കുന്ന സിനിമാ നിരൂപകരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. ചിലപ്പോഴൊക്കെ അവരുടെ നിരൂപണങ്ങളിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാവും. അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ട സിനിമകളായിരിക്കില്ല അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പലപ്പോഴും നാം ഇതെന്തൊരു സിനിമയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സിനിമകളെ അവർ പ്രകീർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ അവരുടെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അവർ ഈ കാലം വരെ നടത്തിയൊരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ് നാം ഇന്ന് കാണുന്ന മലയാള സിനിമ എന്ന് പറയുന്നത്. അത് നിറത്തിലാവട്ടെ, അത് സംഗീതത്തിലാവട്ടെ, അത് നമുക്ക് എന്തൊക്കെ സിനിമക്കകത്ത് പറയാതിരിക്കാം എന്നതിലാവട്ടെ ഒക്കെ ഒരു ജാഗ്രത ഇവിടുത്തെ സിനിമാക്കാർക്കുണ്ടാവാൻ ഈ നിരൂപണങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മലയാളിയുടെ സിനിമ. നീ ഉൾപ്പെടുന്ന പെൺവർഗം ചിരിച്ചുകൊണ്ട് ചതിക്കും എന്ന് പുതിയ മലയാള സിനിമയിൽ വന്നു നിന്ന് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ എന്ന സംശയമാണ്. അങ്ങനെ പറയുന്ന ഒരു കഥാപാത്രം തീർച്ചയായും നമ്മളുടെ സിനിമയിൽ ഉണ്ടാവരുത് എന്നല്ല ഞാനീ പറഞ്ഞതിനർത്ഥം. ആ കഥാപാത്രം പക്ഷേ ആ സിനിമയിൽ അടിമുടി അയാളുടെ ക്യാരക്ടറിനെ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കഥാപാത്രമായിരിക്കും. ഒരിക്കലും ദി കിങ്ങിലെ പോലീസ് ഓഫീസർക്ക് അവരുടെ സബോർഡിനേറ്റിനോട് ദി കിങ്ങിൽ പറഞ്ഞ ഭാഷയിൽ ഇനി മലയാള സിനിമയിൽ സംസാരിക്കാൻ കഴിയുകയില്ല. പക്ഷെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധനായ, അങ്ങേയറ്റം മെയിൽ ഷോവനിസ്റ്റായി നാം തീർച്ചയായും കാണേണ്ട ഒരു കഥാപാത്രം സിനിമയിൽ അത് പറയുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അങ്ങനെ അല്ലാത്തൊരു കഥാപാത്രം അങ്ങനെ പറയുന്ന കാഴ്ചകൾ പിൽക്കാലങ്ങളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് പറയാനാവാത്ത തിയേറ്ററായി മലയാളിയുടെ തിയേറ്റർ മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിന് പിന്നിൽ സിനിമാ നിരൂപണങ്ങളുണ്ട്. ഈ മാറ്റത്തിന് പിന്നിൽ നമ്മളെല്ലാവരുടെയും ജാഗ്രതയുണ്ട്. അങ്ങനെയാണ് രാഷ്ട്രീയമായി നമ്മളുടെ തിയേറ്റർ, നമ്മളുടെ സിനിമ നവീകരിക്കപ്പെടുന്നത്. സോ സിനിമ ഇനിയും ഒരുപാട് ദൂരം ഇങ്ങനെ രസമായി മുന്നോട്ട് പോകണം. സിനിമക്ക് അതിൻ്റെ ഡൈവേഴ്സിറ്റികളെ അങ്ങേയറ്റം സമൃദ്ധമായും സമഗ്രമായും ആവിഷ്കരിക്കാൻ കഴിയണം. എപ്പോഴും എന്നെ വ്യക്തിപരമായി പ്രലോഭിപ്പിക്കുന്ന സിനിമകൾ എൻ്റെ തിയേറ്ററിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ഓൾ ദി ബെസ്റ്റ് പറയണു. ആദ്യമേ ലിറ്ററേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിറ്ററേച്ചറും ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഈ മാർക്കറ്റിൻ്റേതായിട്ടുള്ളൊരു നിയന്ത്രണം, സ്വാധീനം, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലേത് പക്ഷത്തായിരിക്കും ലിജീഷ് കുമാർ ഉണ്ടാവുക? എല്ലാ കാലത്തും അങ്ങനെ ഒരു പക്ഷം ലിറ്ററേച്ചറിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പക്ഷത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ പറഞ്ഞ മാർക്കറ്റിനൊത്ത് പുറത്തിറങ്ങിയ ഒരുപാടേറെ സൃഷ്ടികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇക്കാലം ഈ പറഞ്ഞ ഡൈല്യൂട്ട് ചെയ്യുക എന്നതിനേക്കാൾ കുറേ കൂടെ ഇത് തമ്മിലുള്ള വരമ്പ്
വളരെ ദുർബലമായി ഈ കാലത്ത് മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നലുണ്ട്. മുട്ടത്ത് വർക്കിയും പമ്മനുമൊക്കെ വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെട്ട കാലം തന്നെയാണ് മലയാളിയുടെ സാഹിത്യകാലം എന്ന് പറയുന്നത്. കാനം വിജയെയും മുട്ടത്ത് വർക്കിയെയും സുധാകർ മംഗളോദയത്തിനെയും ഒക്കെ ഒരു വലിയ വിഭാഗം ഇവിടെ വായിച്ചിട്ടുണ്ട്. മനോരമ വീക്കിലി പാടാത്ത പൈങ്കിളി എന്ന് പറയുന്ന മുട്ടത്ത് വർക്കിയുടെ കഥ പുറത്തു വന്നതിന് ശേഷമായിരിക്കണം പൈങ്കിളി സാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിൽ ഉണ്ടാവുക. പൈങ്കിളി സാഹിത്യം എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ഓർക്കാനിടയുള്ള ഒന്ന് മലയാള മനോരമയുടെയും മംഗളത്തിൻ്റെയും ഒക്കെ പഴയ വാരികകളാണ്. ഈ വീക്കിലികൾ മലയാളത്തിൽ വിൽക്കപ്പെട്ട അത്രയും മാതൃഭൂമി വീക്കിലി അക്കാലത്ത് വിൽക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർഗാത്മകമായി മറ്റൊരു തലത്തിലാണ് എന്ന് നാം പറഞ്ഞ പുസ്തകങ്ങൾ വായിച്ചതിനേക്കാൾ കൂടുതൽ അക്കാലത്തും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മാസികകൾ തന്നെയാണ് കൂടുതലുണ്ടാവുക. പക്ഷേ ഇക്കാലത്ത് നിന്ന് നാം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് രണ്ടും രണ്ടായി തന്നെ മലയാള സാഹിത്യത്തിൽ നിന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാര് എന്ന ചോദ്യത്തിന് മുട്ടത്ത് വർക്കി എന്നുത്തരം പറയുന്നൊരു തലമുറ പിൽക്കാലം ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ക്വാളിറ്റി ലിറ്ററേച്ചർ എന്നൊക്കെ അന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒന്നിനെ തന്നെയാണ് പിൽക്കാലം ഗാംഭീര്യതയുള്ള പുസ്തകങ്ങളായി മലയാളി കൊണ്ടാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിപണി ഡിമാൻഡ് ചെയ്യുന്ന പുസ്തകങ്ങൾ അന്നത്തെ പമ്മനെയും അന്നത്തെ മുട്ടത്ത് വർക്കിയെയും നിലനിർത്തിയ പോലെ ഇന്നത്തെ പമ്മനെയും ഇന്നത്തെ മുട്ടത്ത് വർക്കിയെയും ഇക്കാലം നിലനിർത്തുമായിരിക്കും. ഇക്കാലം അവരുടെ കാലമായിരിക്കും. പക്ഷേ ഭാവി അവരെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ തീർച്ചയായും എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രസാധകർ ഒരുപാടേറെ മാറിയിട്ടുണ്ട്. പ്രസാധകർ പഴയ കാലത്ത് ഇത് തമ്മിലുള്ള ഒരു അതിർവരമ്പ് വളരെ കൃത്യമായി നിർണയിച്ചവരായിരുന്നു. ഒരുപക്ഷെ ഇതിന് രണ്ടിനും രണ്ട് തരം ഒരേ പ്രസാധക സംരംഭം തന്നെ മറ്റൊരു തരം ടൈറ്റിലിൽ ഈ പുസ്തകങ്ങൾ ഇറക്കി വിട്ടിരുന്നു ഇവിടെ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വിപണിക്ക് വേണ്ട പുസ്തകങ്ങളെ തയ്യാറാക്കാനും അതിനെ മനോഹരമായി ഒരുക്കാനും വിപണി അതിനുവേണ്ടി കൂടുതൽ വിപണിയെ അതിനെ ആഗ്രഹിക്കും വിധം സജീവമായി നിർത്താനും പ്രസാധകർ ശ്രമിക്കുന്നത് ഭാവിയിൽ ഇക്കാലത്തെ എങ്ങനെ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന പുസ്തകങ്ങളാണ് ശരിയെന്നോ ഇന്ന പുസ്തകങ്ങൾ വായിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മനോരമ വീക്കിലിയും മംഗളം വീക്കിലിയും വായിച്ചിരുന്ന മനുഷ്യരെ എനിക്കിഷ്ടമാണ്. അത് മറ്റൊരു ജോണറാണ്. നാം സിനിമ കാണുന്നത് പോലെ തന്നെ ചില പുസ്തകങ്ങൾ ചിലർ വായിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വായനക്കാരനായിരുന്നില്ല. ഞാനെന്ന വായനക്കാരനെ നിർമ്മിച്ചതിൽ ആ പുസ്തകങ്ങൾക്ക് പങ്കുമില്ല. നാം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് വായനയിലേക്ക് ആളുകളെ നയിക്കാൻ ഇത്തരം പുസ്തകങ്ങൾക്ക് കഴിയും. അങ്ങനെയെങ്കിലും ആളുകൾ വായിക്കട്ടെ, അങ്ങനെ വായിച്ച് ഭാവിയിൽ അവർ കുറേ കൂടെ മെച്ചപ്പെട്ട പുസ്തകം വായിക്കുമായിരിക്കുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു തർക്കത്തിന് മറുപടി എന്നോണം പറയാം. പക്ഷേ സുധാകർ മംഗളോദയത്തിനെ വായിച്ച് വായനയിലേക്ക് എത്തിയ ഒരാൾ പിൽക്കാലത്ത് എം മുകുന്ദനെയോ പിൽക്കാലത്ത് എസ് ഹരീഷിനെയോ പിൽക്കാലത്ത് ആനന്ദിനെയോ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുഭാഷ് ചന്ദ്രനെയും ആനന്ദിനെയും സന്തോഷ് ചിക്കാനത്തിനെയും ഒ വി വിജയനെയും എം ടിയെയും മുകുന്ദനെയും സക്കറിയും ഒക്കെ വായിച്ചത് മറ്റൊരു തരം വായനക്കാർ തന്നെയാണ്. സോ വളരെ കൃത്യമായി ഈ ഡിവിഷൻ ഇവിടെയുണ്ട്, ഈ ക്ലാസ് ഇവിടെയുണ്ട്. ഞാനതിനെ സമൂഹത്തിൻ്റെ ഒരു ക്ലാസ് ഡിവിഷനായൊന്നും അല്ല കാണുന്നത്. രണ്ട് ക്ലാസ്സുകൾ, രണ്ട് കാലങ്ങൾ, രണ്ട് വായനകൾ, രണ്ട് പുഴകൾ ഒക്കെ ഇവിടെയുണ്ട്. രണ്ട് പുഴകളിലും ഇറങ്ങി നിന്നത് രണ്ട് തരം മനുഷ്യരാണ്. ഈ പുഴയിൽ നിന്ന് കുളിച്ചത് കൊണ്ട് ഒരു കുളി ഒരനുഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ മെച്ചപ്പെട്ട ഒരു കുളിക്കടവ് അന്വേഷിച്ച് പോവും എന്ന വിചാരം എനിക്കില്ല. അയാൾ എക്കാലത്തും ആ പുഴയിൽ നിന്നോ ആ വെള്ളത്തിൽ നിന്നോ കുളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കമ്പാരിസൺ. ഇനി കഞ്ചാവിലേക്ക് തിരിച്ചു പോയി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്കിത് പതുക്കെ അവസാനിപ്പിക്കാം. അതായത് ഈ മൊറാലിറ്റിക്ക് ദഹിക്കാത്തത് എന്തിനാ എഴുതുന്നതെന്ന് ചോദിക്കാൻ ചിലപ്പോൾ കഞ്ചാവിലെ ഇപ്പോൾ നെഹ്റു, അതുപോലെ തന്നെ സാനിയ മിർസ, ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മൊറാലിറ്റിക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും ലജീഷ് കുമാർ? ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് അതിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ ക്യാമ്പസിൽ ജീവിച്ച എൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച് പറഞ്ഞതാണ്. കഞ്ചാവിൽ പലയിടത്തും ഞാൻ അവരെ കണ്ടുകൊണ്ട് എഴുതിയതാണ്. സാനിയ മിർസയെക്കുറിച്ച് പറഞ്ഞതായാലും സാനിയ മിർസയെക്കുറിച്ച് പറഞ്ഞത് കാലല്ല ഒരു കാലമാണ് എന്ന അധ്യായമാണ് സാനിയ മിർസയെക്കുറിച്ച് പറയുന്നത്. ഞാനിത് മുമ്പും
ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാം എനിക്കൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഞങ്ങളെക്കാൾ ഗംഭീരമായി മരം കയറുകയും ഞങ്ങളെക്കാൾ വേഗത്തിൽ ഓടുകയും ചെയ്ത പെൺകൂട്ടങ്ങൾക്കിടയിലാണ് ഞാൻ ജീവിച്ചത്. ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോഴാണ് കാൽ ഒരപകടം പിടിച്ച അവയവമാണ് എന്നവർ തിരിച്ചറിയുന്നതും, ഒരു ദിവസം പെട്ടെന്നവർ മരം കയറ്റം നിർത്തിക്കളഞ്ഞതും, ഒരു ദിവസം പെട്ടെന്ന് ഈ ഇടങ്ങളിൽ നിന്നെല്ലാം അവർ വിരമിച്ചു പോയതൊക്കെ. അങ്ങനെ ശരീരത്തോടുള്ള ഇൻസെക്യൂരിറ്റി കൊണ്ട്, നാം നിർമ്മിച്ച മൊറാലിറ്റികൾ നമ്മെ വരിഞ്ഞു മുറുക്കുന്നതൊക്കെ കൊണ്ട് സെലിബ്രേഷനുകൾ അവസാനിച്ചു പോയ ഒരുപാടേറെ കൂട്ടുകാരികൾ എനിക്കുണ്ട്. എപ്പോഴും എഴുതുമ്പോൾ അവരെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ഇങ്ങനെ ജീവിക്കാമോ, ഇങ്ങനെയൊക്കെ മനുഷ്യരോട് മിണ്ടാമോ, ഇങ്ങനെ ഒരാൾക്കടുത്ത് പോയി ഇരിക്കാമോ, ഇങ്ങനെ ഒരാൾക്കൊപ്പം ഫോട്ടോ എടുക്കാമോ, ഇങ്ങനെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാമോ, എന്തെല്ലാമൊക്കെയോ പേടികളും ആധികളും മനുഷ്യനെപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ ഒരു ജീവിതമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ജീവിക്കുന്ന ജീവിതം കുറേക്കുള്ള രസമുള്ള ജീവിതമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടേക്കുമെന്നോ നാളെ ആരെങ്കിലും കല്ലെറിയുമെന്നോ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു പ്രവർത്തനവും ചെയ്യാനാവുകയില്ല. നെഹ്റുവിനെക്കുറിച്ച് നേരത്തെ ചോദിച്ച സമയത്തും ഇതേ ഉത്തരം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നെഹ്റുവിനെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് ചേരിചേരാ നയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് നെഹ്റുവിൻ്റെ കോട്ടിന് മുകളിൽ കുത്തിവെച്ച പനിനീർ പൂക്കളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. ചാച്ചാജിയെക്കുറിച്ച് കവിത എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയെ പ്രേമിച്ച നെഹ്റുവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. പക്ഷേ കഞ്ചാവിനകത്ത് ഞാൻ ആ നെഹ്റുവിനെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. മനുഷ്യൻ അങ്ങനെയുമാണ് എന്ന ബോധ്യത്തിൽ രണ്ട് മനുഷ്യർക്കിടയിലുള്ള മനോഹരമായ എല്ലാത്തരം റിലേഷൻഷിപ്പുകളെയും മാനിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന തോന്നൽ എനിക്ക് എല്ലാ കാലത്തുമുണ്ട്. വ്യക്തിപരമായി എന്നെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന ചോദ്യത്തിന് എൻ്റെ എല്ലാ ഒളിഞ്ഞു നോട്ടങ്ങളും മനുഷ്യരുടെ ജീവിതത്തെ ഏറ്റവും രസമായും അസൂയയോടും ഇങ്ങനെ ജീവിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് നോക്കിക്കണ്ട ഒളിഞ്ഞു നോട്ടങ്ങൾ മാത്രമായിരുന്നു. ഒട്ടും ഹാംഫുൾ അല്ലാതെ, അവരുടെ ജീവിത പരിസരത്തെ ഡിസ്ട്രോയ് ചെയ്യണം എന്നൊട്ടുമേ ആഗ്രഹിക്കാതെ, അവരുടെ എല്ലാ ആനന്ദങ്ങളെയും അങ്ങേയറ്റം സന്തോഷത്തോടുകൂടെ നോക്കിക്കണ്ടാണ് ഞാൻ ഇന്നോളം ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഒരു കാലത്തും നെഹ്റുവും മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയും അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല. മൗണ്ട് ബാറ്റൻ്റെ മകൾ അമ്മയെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പ് വായിച്ച് ഞാൻ ഒരുപാട് നേരം സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്. ആ കുറിപ്പിനകത്ത് ഇന്ത്യയിൽ നിന്ന് പോയതിന് ശേഷം അമ്മയെ തേടി വരാറുണ്ടായിരുന്ന നെഹ്റുവിൻ്റെ കത്തുകളെക്കുറിച്ച് അവൾ എഴുതുന്നുണ്ട്. അമ്മ 40 കടന്നതിന് ശേഷം അമ്മയുടെ മുറി എന്ന് പറയുന്നത് മരണം കാത്തിരിക്കുന്ന ഒരു ഏകാന്തതയുടെ മുറിയായിരുന്നു. അച്ഛൻ വൈസ്രോയി ആയിരുന്നു, അച്ഛൻ പരമാധികാരിയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വേണ്ടത് പരമാധികാരമായിരുന്നില്ല, പ്രേമമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ മുറിയിലേക്ക് വല്ലപ്പോഴുമൊക്കെ ഇന്ത്യയിൽ നിന്ന് നെഹ്റുവിൻ്റെ കത്തുകൾ വരും. അന്ന് അമ്മയുടെ ആ മുറിക്കകത്ത് നിന്നൊരു സംഗീതോപകരണം പ്രവർത്തിക്കുന്ന ശബ്ദം എനിക്ക് പുറത്തിരുന്ന് കേൾക്കാമായിരുന്നു എന്ന് മൗണ്ട് ബാറ്റൻ്റെ മകൾ എഴുതിയിട്ടുണ്ട്. പ്രേമം മനുഷ്യരെ കുറേ കൂടെ വിശുദ്ധരാക്കും എന്ന തോന്നലാണ് നെഹ്റുവിനെ കാണുമ്പോൾ എനിക്കെപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിത പരിസരത്തെ അസ്വസ്ഥപ്പെടുത്താത്ത ഒന്നിനോടും നാം കലഹിക്കുകയോ ഒന്നിലും നാം അതൃപ്തരാവുകയോ ഒന്നും നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയോ ചെയ്യരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊറാലിറ്റിയോടുള്ളൊരു സമരം, മൊറാലിറ്റിയോടുള്ള പ്രതിഷേധം എല്ലാ കാലത്തും എൻ്റെ ഉള്ളിലുണ്ട്. നാം ഒരു സമൂഹം എന്ന രൂപത്തിൽ ഒരുപാടേറെ വികസിച്ചു. നാം ഒരു സംവാദ മണ്ഡലത്തെ നമുക്കിടയിൽ വളരെ ഗംഭീരമായി പടുത്തുയർത്തി എന്നൊക്കെ പറയുമ്പോഴും സുബ്രഹ്മണ്യദാസ് കവിതയിൽ എഴുതിയ പോലെ നാം ഒരു തോറ്റ ജനതയാണ്. പലപ്പോഴും അസംതൃപ്തരായോ അപൂർണരായോ അസ്വസ്ഥരായോ ഭംഗിയിൽ ജീവിക്കാൻ കഴിയാതെ പലരെയും പേടിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം. നാം ഒരു തോറ്റ ജനതയാവരുത്. ഞാൻ ആനന്ദിക്കുന്ന എല്ലാം, ഞാൻ ആസ്വദിക്കുന്ന എല്ലാം, ഞാൻ കൊണ്ട് നടക്കുന്ന എല്ലാം, ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാം അതിനേക്കാൾ ഗംഭീരമായി എൻ്റെ ചുറ്റുമുള്ള ലോകത്തിനും സാധിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാവണം മനുഷ്യൻ്റെ ജീവിതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും രസമായി ജീവിക്കുന്ന ലോകം തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ അത് തീർച്ചയായും കൺസെൻറ്റിൻ്റെ ലോകമായിരിക്കണം, അത് കയ്യേറ്റത്തിൻ്റേതല്ലാത്ത ലോകമായിരിക്കണം, അതൊരാളെ അപകടപ്പെടുത്താത്ത ലോകമായിരിക്കണം, അത് ഒരാളെ കള്ളം പറഞ്ഞ് പറ്റിക്കാത്ത ലോകമായിരിക്കണം, അതൊരാളെ മുറിവേൽപ്പിക്കാത്ത ലോകമായിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ
നമുക്കിടയിലെ ബന്ധങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് തിരിച്ചാണ്. നാം പലപ്പോഴും മനുഷ്യരെ പെടുത്തിക്കളയുന്ന, നാം പലപ്പോഴും മനുഷ്യരെ ക്രൂരമായി മുറിവേൽപ്പിക്കുന്ന, നാം പലപ്പോഴും അനുമതിയില്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്ന, നാം പലപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ രസങ്ങളെ മുഴുവൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ അനുവാദമില്ലാതെ ചെന്നു തൊട്ട് നശിപ്പിച്ച് കളയുന്ന മനുഷ്യർ കൂടിയാണ്. അങ്ങനെ ആവാതെ രസമുള്ളൊരു ജീവിതം ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ എഴുതുന്നതും ഈ കുഴപ്പമുണ്ടാക്കുന്നതും ഒക്കെ. അതൊരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല എന്ന തിരിച്ചറിവ് എപ്പോഴും എനിക്കുണ്ട്. ഈ ജീവിതത്തിലെ സ്നേഹത്തെ ഇരട്ടി സ്നേഹത്തോടു കൂടി കാണാനും വീക്ഷിക്കാനും അതിനെ എഴുതാനുമുള്ള എഴുത്തുകാരൻ്റെ ആ ഒരു ഇഷ്ടം, അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിനിയും തുടരാൻ പറ്റട്ടെ. ഈ സ്നേഹം പ്രേംപാറ്റ എന്നുള്ള സിനിമയിലൂടെ ഡബിളായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ. ഇനി വരുന്ന എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ഈ സമയത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്.